Good morning. Good morning, ma'am. Okay, good morning. Okay, Reshma. Okay, നമുക്ക് തുടങ്ങാം. സ്റ്റാർട്ട് ചെയ്താലോ? എന്താണ് പ്രീത പറയുന്നത്? കണ്ടിട്ട് കുറെ ആയ പോലെ തോന്നുന്നുണ്ട്. ശരി, ഒരു ക്ലാസ് മിസ്സിന്റെ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. മിസ്സിന് ആ ക്ലാസ് കോമ്പൻസേറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പൊ കഴിഞ്ഞ ആഴ്ചയൊക്കെ എനിക്കൊന്നിന് ഒരു ക്ലാസ്സിൽ എങ്ങാണ്ട് കയറാൻ പറ്റുള്ളൂ. അതുകൊണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് ക്ലാസ് തുടങ്ങാം കേട്ടോ. സമയം കളയണ്ട. നമുക്ക് കുറച്ച് പോർഷൻസ് എടുത്ത് തീർക്കാനുണ്ട്. ഓക്കെ, ഇപ്പൊ തുടങ്ങല്ലേ? എല്ലാവരും ഓക്കെ അല്ലേ? കഴിഞ്ഞ ദിവസം എടുത്ത ഭാഗങ്ങളൊക്കെ വായിച്ചു നോക്കിയോ? കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് 32 എണ്ണം നമ്മൾ പഠിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആ ഓരോ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഓരോ ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതിനകത്ത് നമ്മൾ ഓൾറെഡി 2 ഡിപ്പാർട്ട്മെന്റുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒന്ന് നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സും ദെൻ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് ഇൻഫെക്ഷൻ കൺട്രോൾ അല്ലെ? ഇൻഫെക്ഷൻ കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സും ഇതുവരെയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. ഓക്കെ, വായിച്ചു നോക്കിയോ? അത്രയും ഭാഗങ്ങള് ക്ലിയർ ആണോ? അപ്പൊ ഓരോ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിലൂടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു ക്വാളിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്? മെഷർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഓൺമ്യൂട്ട് ചെയ്യാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് നമ്മൾ അവിടെ പറഞ്ഞ അതേ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് കേട്ടോ. ഇത് നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് ബന്ധപ്പെടുത്തി അത് കാറ്റഗറൈസ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. എങ്കിലും അവിടുന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം കേട്ടോ. ഒരു ഇൻഡിക്കേറ്റർ തന്നിട്ട് ഇത് ഏത് ഡിപ്പാർട്ട്മെന്റുമായിട്ട് റിലേറ്റഡ് ആണ് എന്ന് വേണമെങ്കിൽ നിങ്ങളോട് ചോദിക്കാം കേട്ടോ. അപ്പൊ നോക്കുക, മൂന്നാമത് നമ്മൾ പറയാൻ പോകുന്നത് ICU ഓർ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. ICU അല്ലെ, ഇന്റൻസീവ് കെയർ യൂണിറ്റ്. പിന്നെ എന്താണ് മറ്റൊരു ഡിപ്പാർട്ട്മെന്റ്? എമർജൻസി അഥവാ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ്. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത് പറയുന്നത് ടൈം ഫോർ ഇനീഷ്യൽ ഇവാലുവേഷൻ ഓഫ് എമർജൻസി പേഷ്യന്റ്. ടൈം ഫോർ ഇനീഷ്യൽ ഇവാലുവേഷൻ ഓഫ് എമർജൻസി പേഷ്യന്റ്. അതായത് എമർജൻസിയിലോട്ട് കൊണ്ടുവരുന്നത് അല്ലെ, കാഷ്വാലിറ്റിയിൽ കൊണ്ടുവരുന്ന ഒരു പേഷ്യന്റിന്റെ ഇനീഷ്യൽ ഇവാലുവേഷൻ എടുക്കുന്ന സമയം അല്ലെ. നമ്മൾ ഇൻപേഷ്യൻസിന്റെ എന്താണ് ഇനീഷ്യൽ ഇവാലുവേഷൻ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞ് പഠിച്ചില്ലേ? എന്നതുപോലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലോട്ട് കൊണ്ടുവരുന്ന പേഷ്യന്റിന്റെ ഇനീഷ്യൽ ഇവാലുവേഷന് എടുക്കുന്ന സമയം. ഓക്കെ, അതൊരു ഇൻഡിക്കേറ്റർ ആണ് കേട്ടോ. പിന്നെ വരുന്നത് റിട്ടേൺ ടു ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വിത്തിൻ 72 hours വിത്ത് സിമിലർ പ്രസന്റിംഗ് കംപ്ലൈൻസ്. എന്താണ് പ്രീത പറയുന്നത്? ഇൻഫെക്ഷൻ കൺട്രോൾ ഫുൾ എടുത്തില്ലേ? അത് പറഞ്ഞു നിർത്തിയെന്നാണല്ലോ എന്റെ ഓർമ്മ. ഓക്കെ, ഇല്ലേ? അത് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ലാസ്റ്റ് സമയമായപ്പോഴാണ് ഇത് കംപ്ലീറ്റ് ആക്കിയിട്ടാണ് ഞാൻ ക്ലാസ് അവസാനിപ്പിച്ചെന്നാണ് എന്റെ ഒരു ഓർമ്മ. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, ഫുള്ളാക്കിയിട്ടാണ് കേട്ടോ. അതിനോട് എഴുതി വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതൊന്ന് റെക്കോർഡഡ് ക്ലാസ് നോക്കിയാൽ മതി കേട്ടോ. നമ്മൾ ലാസ്റ്റ് കഴിയാറാവുന്ന സമയത്ത് നമ്മൾ ആ ഡിപ്പാർട്ട്മെന്റ് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് കംപ്ലീറ്റ് ചെയ്തിരുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കുക, രണ്ടാമത്തെ പോയിന്റ് ICU ആയിട്ട് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടത് റിട്ടേൺ ടു ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വിത്തിൻ 72 hours വിത്ത് സിമിലർ പ്രസന്റിംഗ് കംപ്ലൈൻസ്. അവിടെ പറഞ്ഞതാണ് അല്ലെ. അതായത് ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിലോട്ട് കൊണ്ടുവരുന്ന പേഷ്യന്റിന് നമ്മൾ എന്ത് കൊടുക്കും? ഒരു പ്രൈമറി ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കും അല്ലെ. അവർ ഓക്കെ ആയിക്കഴിഞ്ഞാൽ അവരെ ഡിസ്ചാർജ് ചെയ്ത് വിടുകയാണെന്ന് വിചാരിക്കാം. പക്ഷേ അതേ പ്രശ്നങ്ങളുമായിട്ട്
ഒരു 72 അവേഴ്സിനുള്ളിൽ വീണ്ടും സിമിലർ കംപ്ലൈൻസുമായിട്ട് അതേ രോഗി അതേ കാഷ്വാലിറ്റിയിലോട്ട് വരികയാണ് അല്ലെ. അപ്പൊ അതെന്താണ്, അതൊരു നല്ല സൂചനയല്ല അല്ലെ. അതായത് എന്തുകൊണ്ടായിരിക്കാം, നമ്മൾ ഇനീഷ്യൽ കൊടുത്ത ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഡയഗ്നോസിസ് എന്ന് പറയുന്നത് പ്രോപ്പർ ആയിട്ട് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അതേ പ്രശ്നങ്ങളുമായിട്ട് രോഗിക്ക് വീണ്ടും തിരിച്ചു വരേണ്ട ഒരു സാഹചര്യം വന്നത് അല്ലെ. ഓക്കെ, അപ്പൊ അതാണ് റിട്ടേൺ ടു ദ, അങ്ങനെ വന്നിട്ടുള്ള കേസുകളുടെ എണ്ണം കേട്ടോ, അതിന്റെ ഒരു ശതമാനമാണ് അവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. റിട്ടേൺ ടു ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വിത്തിൻ 72 അവേഴ്സ് വിത്ത് സിമിലർ പ്രസന്റിംഗ് കംപ്ലൈൻസ്. അടുത്തത് നമ്മൾ അവിടെ പറയാത്ത ഒരു പോയിന്റ് ആണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് കേട്ടോ, റീ ഇൻക്യുബേഷൻ റേറ്റ്. ഇതാണ് റീ ഇൻക്യുബേഷൻ റേറ്റ്. എന്താണ് റീ ഇൻക്യുബേഷൻ എന്നൊക്കെ നമ്മളോട് വേണമെങ്കിൽ ചോദിക്കാം. ആദ്യം തന്നെ റീ ഇൻക്യുബേഷൻ അറിയുന്നതിന് മുൻപ് എന്താണ് ഇൻക്യുബേഷൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, എന്താണ് ഇൻക്യുബേഷൻ എന്ന് പറയുന്നത്? എന്താണ്, അതൊരു മെഡിക്കൽ പ്രൊസീജിയർ ആണ് കേട്ടോ. ഇറ്റ് ഇസ് എ മെഡിക്കൽ പ്രൊസീജിയർ. അതെന്താണ്, ട്യൂബ് ഈസ് ഇൻസേർട്ടഡ് ഇൻ ടു ദ പേഷ്യൻസ് എയർവേ. അതായത് നമ്മൾ ഒരു പേഷ്യന്റിന്റെ ശ്വസന നാളത്തിലോട്ട് നമ്മളൊരു ട്യൂബ് ഇൻസേർട്ട് ചെയ്യാൻ. എന്തിനു വേണ്ടിയിട്ടാണ്? ടു പ്രൊവൈഡ് എ സെക്യുലർ മീൻസ് ഓഫ് എയർവേ. അതായത് കുറച്ചും കൂടെ ഒരു നല്ലൊരു നമുക്ക് നല്ല രീതിയിൽ ശ്വസിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അവരുടെ എന്താണ് ഈ പറയുന്ന ട്രക്കിയയിലോട്ട് അല്ലെ, നമ്മുടെ എന്താണ് റെസ്പിറേറ്ററി ട്രാക്റ്റിലോട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന ആ ഒരു ട്യൂബ് ഇൻസേർട്ട് ചെയ്യുന്ന ആ ഒരു മെഡിക്കൽ പ്രൊസീജിയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ദാറ്റ് ഈസ് കോൾഡ് ഇൻറ്റുബേഷൻ. ഇറ്റ്സ് എ മെഡിക്കൽ പ്രൊസീജിയർ. അതിലെന്താണ്, ട്യൂബ് ഈസ് ഇൻസേർട്ടഡ് ഇൻ ടു എ പേഷ്യൻസ് എയർവേ ടു പ്രൊവൈഡ് എ സെക്യൂർ മീൻസ് ഓഫ് വെന്റിലേഷൻ. അതായത് പ്രത്യേകിച്ച് നമ്മൾ കൂടുതൽ ഈ അനസ്തേഷ്യ ഒക്കെ കൊടുക്കുന്ന സമയത്ത്, ഈ അനസ്തേഷ്യ അല്ലെങ്കിൽ സർജറി ഒക്കെ ചെയ്യുന്ന സമയത്ത് രോഗിക്ക് ശ്വാസ സംബന്ധമായിട്ട് തടസ്സങ്ങളോ കാര്യങ്ങളോ ഒന്നും വരാനായിട്ട് പാടില്ല. പ്രത്യേകിച്ച് അനസ്തേഷ്യ കൊടുത്തിരിക്കുന്ന പേഷ്യന്റ് ആണ് അല്ലെ, അപ്പൊ അവർ അൺകോൺഷ്യസ് ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു പേഷ്യന്റിന് ഈ ഒരു പ്രൊസീജിയർ ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്ത് വരാൻ പാടില്ല? ശ്വസന സംബന്ധമായിട്ട് ഇഷ്യൂസ് ഒന്നും വരാനായിട്ട് പാടില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ അവരുടെ എയർവേയിലോട്ട് ഇറക്കി വിടുന്ന ആ ഒരു ട്യൂബ് ഇൻസേർട്ട് ചെയ്യുന്ന ആ ഒരു മെഡിക്കൽ പ്രൊസീജിയർ ഉണ്ട്. That is called intubation എന്നാണ് പറയുന്നത് കേട്ടോ. It is a medical procedure in which a tube is inserted into the patient airway to provide a secure means of ventilation. അവർക്ക് ശരിയായ രീതിയിൽ ശ്വസിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പേഷ്യന്റിന്റെ ശ്വസന നാളത്തിലോട്ട് കയറ്റിവിടുന്ന ട്യൂബ് ഇൻസേർട്ട് ചെയ്യുന്ന ഒരു മെഡിക്കൽ പ്രൊസീജിയറിനെയാണ് നമ്മൾ ഇൻറ്റുബേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇൻറ്റുബേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് ഇവിടെ നോക്കാനുള്ളത് എന്താണ്? റീ ഇൻറ്റുബേഷൻ റേറ്റ്. എന്താണ് റീ ഇൻറ്റുബേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. അത് ചോദിക്കാം. റീ ഇൻറ്റുബേഷൻ വാസ് ഡിഫൈൻഡ് ആസ് ദ ഇൻറ്റുബേഷൻ ആഫ്റ്റർ എക്സ്റ്റുബേഷൻ ഓഫ് എ പേഷ്യന്റ് who had been initially tracheally intubated under general anesthesia or combined general and regional anesthesia. സാധാരണ നമ്മൾ ജനറൽ അനസ്തേഷ്യ കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ റീജിയണൽ അനസ്തേഷ്യ ഒക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ട്യൂബ് ഇൻസേർട്ട് ചെയ്യും. ഇൻറ്റുബേഷൻ ആണ് പറയാ. ഈ ഇൻറ്റുബേഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും? എക്സ്റ്റുബേഷൻ നടത്തും. എക്സ്റ്റുബേഷൻ എന്ന് വെച്ചാൽ ആ ട്യൂബ് നമ്മൾ പുറത്തേക്ക് എടുക്കും. പക്ഷെ പിന്നീട് പെട്ടെന്ന് എന്തെങ്കിലും അവർക്ക് ശ്വസന സംബന്ധമായിട്ട് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യേണ്ടി വരും? നമുക്ക് ഇൻറ്റുബേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ആ ഒരു പ്രൊസീജിയർ ആണ്, അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ റീ ഇൻറ്റുബേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ് റീ ഇൻറ്റുബേഷൻ എന്ന് പറഞ്ഞാല്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ ഇൻറ്റുബേഷൻ ആഫ്റ്റർ എക്സ്റ്റുബേഷൻ. അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. ഇൻറ്റുബേഷൻ ആഫ്റ്റർ എക്സ്റ്റുബേഷൻ. ആദ്യം നമ്മൾ ട്യൂബ് ഇൻസേർട്ട് ചെയ്തു, അതിനുശേഷം നമ്മളത് പുറത്തേക്ക് എടുത്തു, അതിന് എക്സ്റ്റുബേഷൻ ആണ് പറയാ. വീണ്ടും പെട്ടെന്ന് രോഗിക്ക് എന്തെങ്കിലും ബ്രീത്തിങ് ഡിഫിക്കൽട്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ട്യൂബ് ഇൻസേർട്ട് ചെയ്യേണ്ടി വരുന്ന ആ ഒരു സാഹചര്യം. ദാറ്റ് ഈസ് കോൾഡ് റീ ഇൻക്യുബേഷൻ. അതിന്റെ റേറ്റ് ആണ് നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അത് അപ്ലൈ ചെയ്യാം കേട്ടോ. റീ ഇൻക്യുബേഷൻ വാസ് ഡിഫൈൻഡ് ആസ് ദ intubation after extubation of a patient who had been initially tracheal intubated under general anesthesia or combined general and regional anesthesia. ഇത്രയും കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് ICU അതുപോലെ തന്നെ എമർജൻസി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? ഓക്കെ,
നെക്സ്റ്റ് കേട്ടോ, അടുത്തത് നമ്മൾ പഠിക്കുന്നത് ഓപ്പറേഷൻ തിയേറ്റർ ഓർ അനസ്തേഷ്യ. ഇവ രണ്ടുമായിട്ട് ഓപ്പറേഷൻ തിയേറ്റർ ഓർ അനസ്തേഷ്യ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണ് കേട്ടോ. ഒ ടി ഡിപ്പാർട്ട്മെന്റ്, ഓപ്പറേഷൻ തിയേറ്റർ ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ അനസ്തേഷ്യ എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണ് കേട്ടോ. ഇന്നത്തെ ഒരു 11 പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത് പെർസെന്റേജ് മോഡിഫിക്കേഷൻ ഓഫ് അനസ്തേഷ്യ പ്ലാൻ. അനസ്തേഷ്യ പ്ലാനിൽ വന്നിട്ടുള്ള മോഡിഫിക്കേഷൻസിന്റെ ശതമാനം. അതായത് നമ്മൾ ഇന്ന ദിവസം ഒരു സർജറി നമ്മൾ എന്താണ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഇന്ന സമയത്ത് ഇത്ര അനസ്തേഷ്യ കൊടുക്കാമെന്നും പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ പ്ലാൻ ചെയ്തിട്ടുള്ള അനസ്തേഷ്യ പ്ലാനിൽ വന്നിട്ടുള്ള മോഡിഫിക്കേഷന്റെ ശതമാനം. ചിലപ്പോ നമ്മൾ നിശ്ചയിച്ച അനസ്തേഷ്യ പ്ലാനിൽ എന്തെങ്കിലും നമുക്ക് മോഡിഫൈ ചെയ്യേണ്ടതായിട്ട് വരാം. ചിലപ്പോൾ പേഷ്യന്റിന്റെ കണ്ടീഷൻ കാരണം കൊണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോ മറ്റെന്തെങ്കിലും അസൗകര്യങ്ങളൊക്കെ കാരണം കൊണ്ട് നമുക്ക് ആ അനസ്തേഷ്യ പ്ലാനിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വരുത്തേണ്ടതായിട്ട് വന്നേക്കാം അല്ലെ. അപ്പൊ അങ്ങനെ അനസ്തേഷ്യ പ്ലാനില് മോഡിഫിക്കേഷൻ വന്നതിന്റെ ശതമാനം, അങ്ങനെ വന്നിട്ടുള്ള പ്ലാനുകളുടെ ശതമാനം. ഓക്കെ, പിന്നെ എന്താണ് പെർസെന്റേജ് ഓഫ് അൺപ്ലാനഡ് വെന്റിലേഷൻ. എന്താണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണോ എന്ന്. ഇമ്പോർട്ടന്റ് ആണോ എന്ന് ചോദിച്ചിട്ട് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. എല്ലാം ഇമ്പോർട്ടന്റ് അല്ലാന്ന് ഞാൻ പറയില്ല. കാര്യം ഇതിൽ ഏതെങ്കിലും ഒരു ഇൻഡിക്കേറ്റർ തന്നെയാണ്. നമ്മളോട് ചോദിക്കുകയാണ് പെർസെന്റേജ് ഓഫ് മോഡിഫിക്കേഷൻ ഓഫ് അനസ്തേഷ്യ പ്ലാൻ എന്ന് പറയുന്ന കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ, the percentage of modification of anesthesia plan that is related to the എന്നും പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ തരാനായിട്ട് ഓപ്ഷൻ അകത്ത് ഡിപ്പാർട്ട്മെന്റുകൾ തരും. ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? ലാബ് ആണോ, അതോ ഈ പറയുന്ന പോലെ ICU ആണോ, എമർജൻസി ആണോ, അതോ ഓപ്പറേഷൻ തിയേറ്റർ ആണോ, അങ്ങനെ ചോദിക്കും. ഓക്കെ, അങ്ങനെയാണ് അതിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയണം ആ പേര് കേൾക്കുമ്പോൾ ഇത് ഏത് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഇൻഡിക്കേറ്റർ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, അത്രേ ഉള്ളൂ കേട്ടോ. അത് ഇമ്പോർട്ടന്റ് അല്ലാന്ന് ഞാൻ പറയില്ല, പക്ഷെ നിങ്ങൾ അത് വായിച്ച് മനസ്സിലാക്കണം. ഓരോ ഇൻഡിക്കേറ്ററുകളും ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇത്രയും. അപ്പൊ നമുക്ക് അടുത്തത് കേട്ടോ, പെർസെന്റേജ് ഓഫ് അൺപ്ലാനഡ് വെന്റിലേഷൻ ഫോളോയിങ് അനസ്തേഷ്യ. പെർസെന്റേജ് ഓഫ് അൺപ്ലാനഡ് വെന്റിലേഷൻ ഫോളോയിങ് അനസ്തേഷ്യ കേട്ടോ. അനസ്തേഷ്യയെ തുടർന്നിട്ട് എന്താണ് വെന്റിലേഷനിലായിട്ടുള്ള അല്ലെങ്കിൽ വെന്റിലേറ്ററിലോട്ട് മാറ്റേണ്ടി വന്നിട്ടുള്ള കേസുകളുടെ ശതമാനം. ചിലപ്പോൾ അനസ്തേഷ്യയിൽ എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചു കഴിഞ്ഞാൽ രോഗിക്ക് അപകടങ്ങൾ വരാം. അപ്പൊ ചിലപ്പോൾ രോഗിയെ പെട്ടെന്ന് തന്നെ വെന്റിലേറ്ററിലേക്ക് മാറ്റേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാം. അതൊക്കെ റയറാണ്. എങ്കിലും അനസ്തേഷ്യയെ തുടർന്ന് വെന്റിലേഷനിലോട്ട്, അതും അൺപ്ലാനഡ് ആയിട്ട് അൺഎക്സ്പെക്ടഡ് ആയിട്ട് വെന്റിലേഷനിലോട്ട് മാറ്റേണ്ടി വന്നിട്ടുള്ള കേസുകളുടെ ശതമാനം. ഓക്കെ, ദെൻ മൂന്നാമത് പെർസെന്റേജ് ഓഫ് അൺഫേവറബിൾ അനസ്തേഷ്യ ഇവന്റ്സ്. അൺഫേവറബിൾ ആയിട്ട്, അതായത് അനസ്തേഷ്യയിൽ എന്തെങ്കിലും അൺഫേവറബിൾ ആയിട്ട് പ്രതികൂലമായിട്ട് എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ ശതമാനം. ഇതുപോലെ തന്നെ അനസ്തേഷ്യയെ തുടർന്ന് എന്തെങ്കിലും കണ്ടീഷൻ മോശമാവുകയോ അല്ലെങ്കിൽ രോഗിക്ക് എന്തെങ്കിലും അപകടങ്ങൾ സംഭവിക്കുകയോ രോഗി മരണപ്പെടുകയോ അങ്ങനെയൊക്കെയുള്ള അൺഫേവറബിൾ ആയിട്ടുള്ള അനസ്തേഷ്യ ഇവന്റ്സുകളുടെ ശതമാനം. ഓക്കെ, പിന്നെന്താണ് അനസ്തേഷ്യ റിലേറ്റഡ് മോർട്ടാലിറ്റി റേറ്റ്. അനസ്തേഷ്യയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ മരണനിരക്ക്. ചിലപ്പോൾ അനസ്തേഷ്യയൊക്കെ അതുകൊണ്ടാണ് കൃത്യമായിട്ട് അനസ്തേഷ്യ സ്പെഷ്യലിസ്റ്റ് ആണ് അത് കൊടുക്കുന്നത്. അതിലെന്തെങ്കിലും പ്രശ്നം, നോർമൽ ഡോക്ടേഴ്സ് അല്ല, അനസ്തേഷ്യ സ്പെഷ്യലിസ്റ്റുകളാണ് അത് കൊടുക്കുന്നത്. അത് കൃത്യമായിട്ടൊരു ഡോസിലൊക്കെ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ രോഗിക്ക് മരണം വരെ സംഭവിക്കും. അപ്പൊ അത് റയർ കേസുകളാണ്. അപ്പൊ അങ്ങനെയുള്ള കേസുകൾ പെർസെന്റേജ് അനസ്തേഷ്യ റിലേറ്റഡ് മോർട്ടാലിറ്റി റേറ്റ്, അനസ്തേഷ്യയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ മരണനിരക്ക്. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ് പെർസെന്റേജ് ഓഫ് അൺപ്ലാനഡ് റിട്ടേൺ ടു ഓപ്പറേഷൻ തിയേറ്റർ. ഇതവിടെ പറഞ്ഞതാണ്. അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് തിരിച്ചു പോകേണ്ടത്. ആദ്യത്തെ സർജറി കഴിഞ്ഞു, പക്ഷെ അതിനുശേഷം അൺഎക്സ്പെക്ടഡ് ആയിട്ട് അൺപ്ലാനഡ് ആയിട്ട് വീണ്ടും ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് പോകേണ്ടി വന്നിട്ടുള്ള കേസുകളുടെ ശതമാനം. ഓക്കെ, അപ്പൊ അതൊക്കെ ഇതൊക്കെ എന്തുമായിട്ട് പേഷ്യന്റിന്റെ സേഫ്റ്റി അല്ലെ, അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഇൻഡിക്കേറ്റേഴ്സ് ആണ്. അപ്പൊ അതിലൂടെയൊക്കെ നമ്മൾ പേഷ്യന്റിന്റെ സേഫ്റ്റി എത്രത്തോളം അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്നൊക്കെ നമുക്ക് അതിലൂടെ മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെന്താണ് പെർസെന്റേജ് ഓഫ് റീഷെഡ്യൂളിംഗ് ഓഫ് സർജറീസ് കേട്ടോ. റീഷെഡ്യൂൾ ചെയ്തിട്ടുള്ള സർജറികളുടെ ശതമാനം, റീഷെഡ്യൂൾ ചെയ്യപ്പെട്ടിട്ടുള്ള സർജറികളുടെ ശതമാനം കേട്ടോ. പെർസെന്റേജ് ഓഫ് റീഷെഡ്യൂളിംഗ് ഓഫ് സർജറീസ്.
ഓക്കെ. പിന്നെ എന്താണ് പെർസെന്റേജ് ഓഫ് കേസസ് വേർ ദ ഓർഗനൈസേഷൻസ് പ്രൊസീജിയർ ടു അവോയ്ഡ് ഹോസ്റ്റൈൽ ഈവന്റ്സ് ലൈക്ക് റോങ് സെന്റർ, റോങ് പേഷ്യന്റ് ആൻഡ് റോങ് സർജറി ഹാസ് ബീൻ അഡ്ഹെയർഡ് ടു. ഞാനോട് പറയുന്നത് അതായത് നമ്മൾ ഒരു തെറ്റായ രീതിയിലുള്ള സർജറിയുടെ സേഫ്റ്റി ഉറപ്പാക്കുക അല്ലെ. അതായത് റോങ് സൈറ്റില് റോങ് പേഷ്യന്റ് അല്ലെങ്കിൽ റോങ് ആയിട്ടുള്ള രീതിയിൽ സർജറിയുടെ നടത്തി അങ്ങനെയൊക്കെയുള്ള അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഓർഗനൈസേഷൻ കൃത്യമായിട്ടുള്ള ചില പ്രൊസീജിയറുകൾ അവര് നടപ്പിലാക്കിയിട്ടുണ്ട് അല്ലെ. അതായത് ആ ഒരു സർജറിയുടെ സേഫ്റ്റി ഉറപ്പുവരുത്താനായിട്ട് അവര് ചില പ്രൊസീജിയേഴ്സുകൾ എടുത്തിട്ടുണ്ട് അല്ല, ഓർഗനൈസേഷന്റെ ഭാഗത്തുനിന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പ്രൊസീജിയറുകൾ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് നടന്നിട്ടുള്ള കേസുകളുടെ ശതമാനം. എല്ലാവരും ഇത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നില്ലല്ലോ. കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം എന്നുള്ളതാണ് അതിന്റെ വ്യവസ്ഥ. പക്ഷെ എങ്കിലും ഇങ്ങനെയുള്ള സർജറിയുടെ ആ ഒരു സേഫ്റ്റി അല്ലെ, സർജിക്കൽ സേഫ്റ്റി അത് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഓർഗനൈസേഷൻ മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രൊസീജിയറുകള് കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് നടന്നിട്ടുള്ള കേസസുകളുടെ ശതമാനം അതാണ് അവിടെ എടുക്കുന്നത് കേട്ടോ. പിന്നെന്താണ് പെർസെന്റേജ് ഓഫ് കേസസ് ഹു റിസീവ്ഡ് സ്യൂട്ടബിൾ പ്രോഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സ് വിത്തിൻ ദി സ്പെസിഫൈഡ് ടൈം ഫ്രെയിം. ഒരു നിശ്ചിത സമയപരിധിയില് ഈ പറയുന്ന പോലെ പ്രോഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സ് അതായത് പ്രതിരോധത്തിന് വേണ്ടിയിട്ട് കേട്ടോ. പ്രൊഫൈലാക്സിസ് എന്ന് പറഞ്ഞ പ്രതിരോധമാണ്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞിരുന്നു ചില പേഷ്യൻസിന് ഇമ്മ്യൂണിറ്റി ഒക്കെ കുറവാണെങ്കിൽ അത്തരം പേഷ്യൻസ് സർജറി കഴിഞ്ഞാൽ അവർക്ക് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ് ഒക്കെ വരാൻ കേസുള്ള റിസ്കി ആയിട്ടുള്ള രോഗികൾ ഉണ്ടാവും. അപ്പൊ അവർക്ക് എന്ത് ചെയ്യും, സർജറിക്ക് മുൻപായിട്ട് തന്നെ പ്രോഫൈലാക്സിസ് പ്രോഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സുകൾ അവർക്ക് കൊടുക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? സർജറിക്ക് ശേഷം ഉണ്ടാവുന്ന ആ ഒരു ഇൻഫെക്ഷൻസിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ ഒരു രീതിയിൽ ഒരു നിശ്ചിത ടൈം ഫ്രെയിമിനടുത്ത് പ്രോഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സുകൾ റിസീവ് ചെയ്തിട്ടുള്ള കേസുകളുടെ ശതമാനം. ഓക്കെ, നമ്മൾ ഈ പറയുന്ന സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ എന്നൊക്കെ പറയുന്നത് ഒരു തരം നോസോകോമിയൽ ഇൻഫെക്ഷൻ കൂടിയാണ് അല്ലെ. അപ്പൊ നിങ്ങൾ ആ ഒരു ചാപ്റ്റർ പഠിച്ചപ്പോ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ, നോസോകോമിയൽ ഇൻഫെക്ഷൻ ഒക്കെ വരാൻ ചാൻസ് ഉള്ള റിസ്കി ആയിട്ടുള്ള സാഹചര്യങ്ങള് ആളുകളൊക്കെ നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത്തരം ചില പേഷ്യൻസിന് സർജറി കഴിഞ്ഞ ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ സർജറിക്ക് മുൻപായിട്ട് അവർക്ക് പ്രോഫൈലാക്സിസ് ആന്റിബയോട്ടിക്സുകൾ കൊടുക്കാറുണ്ട്. ആ രീതിയിൽ സ്യൂട്ടബിൾ പ്രോഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സുകൾ റിസീവ് ചെയ്തിട്ടുള്ള കേസുകളുടെ ശതമാനം അതൊക്കെ എന്തിന്റെ ഭാഗമാണ്? പേഷ്യന്റിന്റെ സേഫ്റ്റിയുടെ ഭാഗമാണ് അല്ലെ. അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അർത്ഥം എന്താണ്? അത്രയും പേഷ്യന്റ് സേഫ്റ്റി അവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അത് ക്വാളിറ്റീനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് അല്ലെ. ഓക്കെ, പിന്നെന്താണ് പെർസെന്റേജ് ഓഫ് കേസസ് in which the planned surgery is altered intraoperatively. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? അതായത് സർജറി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് നമുക്ക് ആൾട്ടർ ചെയ്യേണ്ടി വന്നിട്ടുള്ള കേസുകളുടെ ശതമാനം. ഒരു സർജറിക്ക് പ്ലാൻഡ് ആയിട്ടാണ് അധികവും ചെയ്യുന്നത്. അപ്പൊ പ്ലാൻഡ് ആയിട്ട് ചെയ്യുന്ന ഒരു സർജറിയാണ്. പക്ഷെ സർജറി ചെയ്തുകൊണ്ടിരിക്കെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് എന്തെങ്കിലും വന്നിട്ട് പെട്ടെന്ന് നമുക്ക് ആ സർജറിയിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തേണ്ട ഒരു സാഹചര്യം വരികയാണ്, അല്ലെങ്കിൽ ഒരു ആൾട്ടർ ചെയ്യേണ്ട സാഹചര്യം വരുന്ന അങ്ങനെ വന്നിട്ടുള്ള കേസുകളുടെ ശതമാനമാണ് കേട്ടോ. പെർസെന്റേജ് ഓഫ് കേസസ് in which the planned surgery is altered intraoperatively. Intraoperatively means ആ സർജറി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതുപോലെ നമുക്ക് പെട്ടെന്ന് ആകസ്മികമായിട്ട് ആൾട്ടർ ചെയ്യേണ്ടി വന്നിട്ടുള്ള എന്തെങ്കിലും ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുള്ള കേസുകളുടെ ശതമാനം. സർജറിയിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു സർജറി സ്റ്റോപ്പ് ചെയ്യേണ്ടി വരികയോ അല്ലെങ്കിൽ ചിലപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സർജറിയിൽ ചെറിയൊരു എന്താ പറയാ ആൾട്രേഷൻ വരുത്തേണ്ടതായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ വന്നിട്ടുള്ള കേസുകളുടെ ശതമാനം. ഓക്കെ, പിന്നെ വരുന്നത് എന്താണ്? റീ എക്സ്പ്ലോറേഷൻ റേറ്റ്. റീ എക്സ്പ്ലോറേഷൻ റേറ്റ് എന്ന് പറയുമ്പോൾ റീ സർജറീസ് റേറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. വീണ്ടും സർജറി ചെയ്യേണ്ടി വന്നിട്ടുള്ള കേസുകളുടെ നിരക്ക്. ഒരു സർജറി കഴിഞ്ഞു, അതിന്റെ പേരിൽ വീണ്ടും അത് ശരിയാവാത്തതിന്റെ ഏതെങ്കിലും പേരിൽ രണ്ടാമതൊരു സർജറി ഒക്കെ ചെയ്യേണ്ടി വരിക. ഓക്കെ, അപ്പൊ അതാണ് റീ എക്സ്പ്ലോറേഷൻ റേറ്റ്. പിന്നെ OT യൂട്ടിലൈസേഷൻ റേറ്റ്, ഓപ്പറേഷൻ തിയേറ്റർ യൂട്ടിലൈസേഷൻ റേറ്റ്. അതായത് ഓപ്പറേഷൻ തിയേറ്റർ എത്രത്തോളം ഉപയോഗിക്കപ്പെടുന്നുണ്ട് ആ ഹോസ്പിറ്റലില് അതിന്റെ നിരക്ക്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഇത്രയും കാര്യങ്ങൾ ഓപ്പറേഷൻ തിയേറ്ററും അനസ്തേഷ്യയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. തെറ്റാൻ ചാൻസ് ഇല്ല. കാര്യം നിങ്ങൾ ഓപ്പറേഷൻ, സർജറി, അനസ്തേഷ്യ എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാലോ ഓപ്പറേഷൻ തിയേറ്ററുമായിട്ട് ബന്ധപ്പെട്ട കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് നമുക്ക് അപ്പൊ തന്നെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ഓക്കെ, നെക്സ്റ്റ് കേട്ടോ.
അടുത്തത് ലാബ് അഥവാ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് അഥവാ നമ്മുടെ ഡയഗ്നോസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റുകളാണ് അല്ലെ, ലബോറട്ടറിയും അതുപോലെ തന്നെ റേഡിയോളജി. അപ്പൊ ഈ ലാബ് അഥവാ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണ്? ഇനി അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അത് വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഏത് ഡിപ്പാർട്ട്മെന്റുമായിട്ടാണെന്നുള്ളത് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഒന്നാമത് നോക്കിയേ, നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറേഴ്സ് പെർ 1000 ഇൻവെസ്റ്റിഗേഷൻസ് അല്ലെ. ഇൻവെസ്റ്റിഗേഷൻസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരുന്നുണ്ട്? ലാബ് ടെസ്റ്റുകള്, റേഡിയോളജി ടെസ്റ്റുകള്, പിന്നെ നമ്മുടെ ഫിസിക്കൽ എക്സാമിനേഷൻസ് ഒക്കെ അതിനകത്ത് വരുന്നതാണ്. പ്രത്യേകിച്ച് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പോൾ ലാബ് ലബോറട്ടറി ടെസ്റ്റുകള്, റേഡിയോളജി ടെസ്റ്റുകളൊക്കെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരു 1000 ഇൻവെസ്റ്റിഗേഷൻസിന് എടുത്തു കഴിഞ്ഞാൽ അതിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള എററുകളുടെ എണ്ണം, ഓക്കെ, എററുകളുടെ 1000 ഇൻവെസ്റ്റിഗേഷൻസിനകത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള എററുകളുടെ എണ്ണം. ഓക്കെ, രണ്ടാമത്തത് റേറ്റ് ഓഫ് റീടെസ്റ്റ്. റീടെസ്റ്റ് മീൻസ് എന്താണ്? രണ്ടാമത് നമുക്ക് ലാബ് ടെസ്റ്റുകൾ അല്ലെങ്കിൽ റേഡിയോളജി ടെസ്റ്റുകളൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുള്ള കേസുകളുടെ എണ്ണം. റേറ്റ് ഓഫ് റീടെസ്റ്റ്, അതായത് ആദ്യത്തെ ടെസ്റ്റിംഗ് പ്രോപ്പർ ആയിട്ട് ഉണ്ടാവില്ല, അല്ലെങ്കിൽ റിസൾട്ടിൽ എന്തെങ്കിലും വ്യതിയാനങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പൊ രണ്ടാമത് ഇപ്പൊ ലാബ് ടെസ്റ്റ് ആയാലും റേഡിയോളജി ടെസ്റ്റ് ആയാലും ചിലപ്പോൾ ആദ്യത്തെ ചില ടെസ്റ്റുകൾ നടത്തുമ്പോൾ അത് ശരിയായ രീതിയിൽ നടത്തിയിട്ടില്ല എന്ന് വെച്ചാൽ എണ്ണവും കാര്യങ്ങളൊക്കെ കാണിക്കും. അപ്പൊ രണ്ടാമതൊരു ലാബ് ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ റേഡിയോളജി ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെ വന്നിട്ടുള്ള കേസുകളുടെ നിരക്കാണ് കേട്ടോ റേറ്റ് ഓഫ് റീടെസ്റ്റ്. പിന്നെ വരുന്നത് പെർസെന്റേജ് ഓഫ് ലബോറട്ടറി റിപ്പോർട്ട്സ് കോറിലേറ്റിംഗ് വിത്ത് ക്ലിനിക്കൽ ഡയഗ്നോസിസ്. എന്താണ് പെർസെന്റേജ് ഓഫ് ലബോറട്ടറി റിപ്പോർട്ട്സ് കോറിലേറ്റിംഗ് വിത്ത് ക്ലിനിക്കൽ ഡയഗ്നോസിസ്? അതായത് നമ്മുടെ ഡോക്ടറിന്റെ ക്ലിനിക്കൽ ഡയഗ്നോസിസ്. ഒരു ഡോക്ടർ എന്ത് ചെയ്യും? ഒരു ഡയഗ്നോസിസ് അദ്ദേഹം നടത്തും ഒരു പേഷ്യന്റിന് അല്ലെ. അത് കഴിഞ്ഞിട്ട് അത് കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡോക്ടർ ചിലപ്പോൾ ഒരു ലാബ് റിസൾട്ടോ അല്ല ലാബ് ടെസ്റ്റോ റേഡിയോളജി ടെസ്റ്റോ ഒക്കെ ആവശ്യപ്പെടാറുണ്ട്. അപ്പൊ ഇവിടെ പറയുന്നത് ഒരു ഹെൽത്ത് പ്രൊഫഷണൽ അഥവാ ഒരു ഡോക്ടർ നടത്തിയിട്ടുള്ള ക്ലിനിക്കൽ ഡയഗ്നോസിസുമായിട്ട് മാച്ച് ചെയ്തു പോകുന്ന ലബോറട്ടറി റിപ്പോർട്ടുകളുടെ ശതമാനം, അതായത് അവ തമ്മിൽ എന്ത് ചെയ്യണം? കോറിലേറ്റ് ചെയ്ത് പോകണം. എന്നാലാണ് ഡോക്ടറുടെ ഡയഗ്നോസിസ് കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഒരു ഡോക്ടർ ഒരു രോഗിയെ ചികിത്സിക്കുമ്പോൾ അവരുടെ സിംറ്റംസും കാര്യങ്ങളും നോക്കി ഡോക്ടർക്ക് ഒരു ഡയഗ്നോസിസ് ഡോക്ടർ നടത്തും. അല്ല ഇന്ന രോഗമായിരിക്കാം എന്നുള്ളൊരു അസംഷൻ ഡോക്ടർക്ക് ഉണ്ടാവും. അത് കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കും ഒരുപക്ഷെ ലാബ് ടെസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും റേഡിയോളജി ടെസ്റ്റുകളൊക്കെ ആവശ്യപ്പെടുന്നത്. അപ്പൊ ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് പ്രൊഫഷണൽ നടത്തിയിട്ടുള്ള ക്ലിനിക്കൽ ഡയഗ്നോസിസുമായിട്ട് കോറിലേറ്റ് ചെയ്തു പോകുന്ന, അതുമായിട്ട് മാച്ച് ചെയ്തു പോകുന്ന ലബോറട്ടറി റിപ്പോർട്ടുകളുടെ ശതമാനം എന്ന് വെച്ചാൽ അത്രയും കറക്റ്റ് ആയിട്ടുള്ള ഡയഗ്നോസിസ് മാത്രമാണ് അങ്ങനെ കോറിലേറ്റ് ചെയ്ത് പോകുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ ശതമാനം. പിന്നെ വരുന്നത് എന്താണ്? പെർസെന്റേജ് ഓഫ് അഡ്ഹിയറൻസ് ടു സേഫ്റ്റി പ്രിക്കോഷൻസ് ബൈ എംപ്ലോയീസ് വർക്കിംഗ് ഇൻ ഡയഗ്നോസിസ്. അതായത് ഇങ്ങനെയുള്ള ഡയഗ്നോസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റുകളില് വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് കൃത്യമായിട്ടുള്ള സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കുന്നവരുടെ ശതമാനം. എംപ്ലോയീസിന്റെ കാര്യമാണ് കേട്ടോ. നമ്മൾ ലബോറട്ടറിയും റേഡിയോളജി ഒക്കെ പഠിച്ചപ്പോ അവിടെ പാലിക്കേണ്ട സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ പ്രത്യേകം പഠിച്ചിട്ടുണ്ട്. അപ്പോ അങ്ങനെയുള്ള ഈ ഡയഗ്നോസ്റ്റിക് ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ കൃത്യമായ സേഫ്റ്റി പ്രിക്കോഷൻസ് പാലിച്ചുകൊണ്ട് അല്ലെ പാലിക്കുന്ന ഈ പറയുന്ന എംപ്ലോയീസിന്റെ ശതമാനം. ഇത്രയുമാണ് ലബോറട്ടറി അഥവാ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന key performance indicators. Okay, clear ആണോ? Okay ആണോ? The number of reporting errors per 1000 investigation, rate of retest, percentage of lab report correlating with clinical diagnosis, and percentage of adherence to safety precautions by employees working in the diagnosis. Okay, അപ്പൊ ആ ഒരു ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടതും കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് ഫാർമസിയാണ് കേട്ടോ. ഫാർമസിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ എന്താണ്? പ്രിസ്ക്രിപ്ഷൻ എറർ അല്ലെ. ഒന്നാമത്തെ എന്താണ്? പ്രിസ്ക്രിപ്ഷൻ എറർ. പ്രിസ്ക്രിപ്ഷനിൽ വരുന്ന തെറ്റുകൾ അങ്ങനെയൊക്കെ വരാറുണ്ട് അല്ലെ. അപ്പൊ അതിപ്പോ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പൊ ഈ പറയുന്ന പോലെ ഫാർമസിയിൽ ചെല്ലുമ്പോൾ അവര് മരുന്ന് എടുത്തു കൊടുക്കുമ്പോഴൊക്കെ പ്രശ്നങ്ങൾ വരാം അല്ലെ. ഓക്കെ, അപ്പൊ പ്രിസ്ക്രിപ്ഷൻ എറർ, അതുപോലെ തന്നെ ഡിസ്പെൻസിങ് എറർ അല്ലെ. അതായത് നമ്മൾ മരുന്ന് വിതരണം ചെയ്യുമ്പോൾ അതിൽ വരുന്ന എററുകള്. ഓക്കെ, ഡിസ്പെൻസിങ് എറർ. പിന്നെന്താണ്? പെർസെന്റേജ് ഓഫ് ഇൻസിഡൻസ് ഓഫ് ഹോസ്റ്റൈൽ ഡ്രഗ് റിയാക്ഷൻസ്. പ്രാക്ടിക്കൽ പറയുന്നുണ്ട് ADR per 100 discharges
ദാറ്റ് ഇൻക്ലൂഡ് ലാമ, ഡാമ, അബ്സ്കോണ്ട് ആൻഡ് ഡെത്ത്. ADR എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ എന്നാണ് കേട്ടോ. ഓക്കെ, അറിയുന്നവർ എഴുതണ്ട, അറിയാത്തവരൊന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ADR എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ എന്നാണ് കേട്ടോ. അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ കേട്ടോ, ADR. ഓക്കെ, ADR per 100 discharges that include ലാമ, ഡാമ, അബ്സ്കോണ്ട് ആൻഡ് ഡെത്ത് എന്നാണ് കേട്ടോ. അതായത് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മരുന്നിനോടുള്ള ഒരു പ്രതികൂലമായിട്ടുള്ള എന്തെങ്കിലും റിയാക്ഷൻസ് ആണ്. അതായത് അൺഇൻറ്റൻഡഡ് ആയിട്ട്, അൺഎക്സ്പെക്ടഡ് ആയിട്ട് എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുമ്പോൾ അതിന് വരുന്ന റിയാക്ഷൻസുകൾ അല്ലെ. പൊതുവെ നമ്മൾ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഡോക്ടേഴ്സ് ചോദിക്കാറുണ്ട് അല്ലെ, എന്തെങ്കിലും മരുന്നുകൾക്ക് വല്ല അലർജിയോ കാര്യങ്ങളോ ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ചില മരുന്നുകൾ ചിലർക്ക് കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും റിയാക്ഷൻസ് ഉണ്ടാവാം അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ളതിനെയാണ് നമ്മൾ അഡ്വേഴ്സ് എന്ന് പറയുന്നത് തന്നെ പ്രതികൂലമായിട്ടുള്ളതാണ്, ഹോസ്റ്റൈൽ ആണ് കേട്ടോ. അപകടകരമായിട്ടുള്ള ഡ്രഗ് റിയാക്ഷൻസുകളുടെ ശതമാനം. ഓക്കെ, അപ്പൊ ഇവിടെ ബ്രാക്കറ്റിൽ പറയുന്നത് ADR അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് പെർ 100 ഡിസ്ചാർജസ്. അതായത് ഒരു 100 ഡിസ്ചാർജസില് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസുകളുടെ പെർസെന്റേജ് ആണ് അവിടെ പറയുന്നത്. ഡിസ്ചാർജസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ലാമ വരുന്നുണ്ട്, ലാമ എന്താണ്? ലിവിങ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് അല്ലെ. അതായത് മെഡിക്കൽ അഡ്വൈസിന് എന്താണ് വിപരീതമായിട്ട് ലീവ് ചെയ്തു പോകുന്ന പേഷ്യൻസ്, അവരെ നമ്മൾ ഡിസ്ചാർജിലായിട്ടാണ് കണക്കാക്കുക അല്ലെ. ഇതൊക്കെ നമ്മൾ ഇവിടെ പഠിച്ചു, മെഡിക്കൽ റെക്കോർഡിൽ പറഞ്ഞ കാര്യമാണ്. അതുപോലെ ലാമ ഡിസ്ചാർജ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്, അതുപോലെ അബ്സ്കോണ്ട് ചെയ്തു പോകുന്ന പേഷ്യന്റ് ഉണ്ടാവും അല്ലെ. അതായത് ഒളിച്ചോടി പോകുന്ന പേഷ്യൻസ് ഉണ്ടാവും. ഈവൻ ഡെത്തും അതിനകത്ത് ഉൾപ്പെടുന്നു. ഡെത്ത് ഈസ് ഓൾസോ ഒരു ഡിസ്ചാർജ് തന്നെയാണ് അല്ലെ. അപ്പൊ ഈ പറയുന്ന ലാമ, ഡാമ, അബ്സ്കോണ്ട്, ഡെത്ത് ഉൾപ്പെടെയുള്ള ഒരു 100 ഡിസ്ചാർജസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിനകത്ത് അങ്ങനെയുള്ള കേസുകളിൽ എത്ര ആളുകളിൽ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അതിന്റെ ശതമാനം. ഓക്കെ, അതാണ് അവിടെ പറയുന്നത് കേട്ടോ. നാലാമത്തത് പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ ചാർജ് വിത്ത് എറർ പ്രോൺ അബ്രീവിയേഷൻസ്. അവിടെ പറഞ്ഞിരുന്നു അല്ലെ. അതായത് എറർ വരാൻ ചാൻസ് ഉള്ള, അല്ലെങ്കിൽ മിസ് ഇന്റർപ്രറ്റ് ചെയ്യാനോ കൺഫ്യൂസ്ഡ് ആവാൻ ചാൻസ് ഉള്ള അബ്രീവിയേഷൻസുകൾ ഉപയോഗിച്ചിട്ടുള്ള മെഡിക്കേഷൻ ചാർട്ടുകളുടെ ശതമാനം എന്ന് പറഞ്ഞില്ലേ. മില്ലിഗ്രാം എന്ന് പറയുന്നത് സ്മോൾ എം സ്മോൾ ജി ആണ് അല്ലെ. ആ സ്മോൾ എം എന്ന് മാറി ക്യാപിറ്റൽ എം ആയി മാറിക്കഴിഞ്ഞത് മെഗാഗ്രാം ആണ്. രണ്ട് നല്ല വ്യത്യാസമുണ്ട് അല്ലെ. മില്ലിഗ്രാമും മെഗാഗ്രാമും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. അപ്പൊ അതൊക്കെ എറർ പ്രോൺ ആയിട്ടുള്ള ചില അബ്രീവിയേഷൻസ് ആണ്. അപ്പൊ ഇത്തരത്തിലുള്ള എറർ പ്രോൺ അബ്രീവിയേഷൻസുകൾ ഉപയോഗിച്ചിട്ടുള്ള മെഡിക്കേഷൻ ചാർട്ടുകളുടെ ശതമാനം. പിന്നെ വരുന്ന എന്താണ്? പെർസെന്റേജ് ഓഫ് പേഷ്യൻസ് റിസീവിംഗ് ഹൈ റിസ്ക് മെഡിക്കേഷൻസ് ഡെവലപ്പിംഗ് അഡ്വേഴ്സ് ഡ്രഗ് ഇവന്റ്. Percentage of patients receiving high risk medications developing adverse drug event. അതായത് വളരെ ഹൈ റിസ്ക് ആയിട്ടുള്ള മെഡിസിൻസ് ഒക്കെ എടുക്കുന്ന പേഷ്യൻസ്, ലൈക്ക് ഇപ്പോ ക്യാൻസർ ഒക്കെ ഉള്ള പേഷ്യൻസ് അല്ലെങ്കിൽ ഡയാലിസിസ് പേഷ്യൻസ് എന്നൊക്കെ പറയുന്ന അത്യാവശ്യം വളരെ ഹൈ റിസ്ക് മെഡിക്കേഷൻസ് ഒക്കെ എടുക്കുന്ന പേഷ്യൻസ് ആണ് അല്ലെ. അപ്പൊ അത്തരം പേഷ്യൻസിന് ഈ അഡ്വേഴ്സ് ഡ്രഗ് ഇവന്റ്സ് ഉണ്ടായിട്ടുള്ള കേസുകളുടെ ശതമാനം കേട്ടോ, അതാണ് അവിടെ എടുക്കുന്നത്. പെർസെന്റേജ് ഓഫ് പേഷ്യൻസ് റിസീവിംഗ് ഹൈ റിസ്ക് മെഡിക്കേഷൻസ് ഡെവലപ്പിംഗ് അഡ്വേഴ്സ് ഡ്രഗ് ഇവന്റ്. അതായത് ഹൈ റിസ്ക് മെഡിക്കേഷൻസ് എടുക്കുന്ന പേഷ്യൻസിന് ഇതുപോലെ അഡ്വേഴ്സ് ആയിട്ടുള്ള, അതായത് പ്രതികൂലമായിട്ടുള്ള ഡ്രഗ് റിയാക്ഷൻസ് ഉണ്ടായിട്ടുള്ള കേസുകളുടെ ശതമാനം. ഓക്കെ, പിന്നെന്താണ്? പെർസെന്റേജ് ഓഫ് ഡ്രഗ്സ് ആൻഡ് കൺസ്യൂമബിൾസ് ഒബ്റ്റൈൻഡ് ബൈ ദ ലോക്കൽ പർച്ചേസ്. ലോക്കൽ പർച്ചേസിങ്ങിലൂടെ ലഭിച്ചിട്ടുള്ള ഡ്രഗ്സ് മറ്റ് കൺസ്യൂമബിൾസിന്റെ ശതമാനം. ലോക്കൽ പർച്ചേസ് എന്ന് പറയുന്നത് സാധാരണ എന്താണ്? ലോക്കൽ മാർക്കറ്റിൽ നിന്നൊക്കെ നമ്മൾ മേടിക്കില്ലേ, നോർമൽ വാല്യൂ ആയിരിക്കും ഇത്, അതിനേക്കാൾ കുറഞ്ഞ വിലയിൽ, പക്ഷെ ക്വാളിറ്റി എന്തായിരിക്കും? ക്വാളിറ്റി കുറവായിരിക്കും അല്ലെ. അങ്ങനെ ലോക്കൽ പർച്ചേസിങ്ങിലൂടെ എടുത്തിട്ടുള്ള ഡ്രഗ്സുകളുടെ കൺസ്യൂമബിൾസിന്റെ ഒക്കെ ശതമാനം. കാരണം ലോക്കൽ പർച്ചേസിലൊക്കെ എടുക്കുന്ന മരുന്നുകൾ അല്ലെങ്കിൽ മറ്റുള്ള കൺസ്യൂമബിൾസ് വേണ്ടി അത് ചിലപ്പോൾ ഉണ്ടായിരിക്കണമെന്നില്ല, ക്വാളിറ്റി ഉണ്ടായിരിക്കണമെന്നില്ല. ഓക്കെ, അതാണ് അവിടെ എടുക്കുന്നത് കേട്ടോ. അപ്പൊ ലോക്കൽ പർച്ചേസിലൂടെ ലഭിച്ചിട്ടുള്ള ഡ്രഗ്സ് ആൻഡ് കൺസ്യൂമബിൾസിന്റെ ശതമാനം. പിന്നെ വരുന്നത് എന്താണ്? പെർസെന്റേജ് ഓഫ് സ്റ്റോക്ക് ഔട്ട്സ് ഇൻക്ലൂഡിംഗ് എമർജൻസി ഡ്രഗ്സ്. എമർജൻസി ഡ്രഗ്സുകൾ ഉൾപ്പെടെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ള, തീർന്നു പോയിട്ടുള്ള മരുന്നുകളുടെ ശതമാനം. സ്റ്റോക്ക് ഔട്ട് ആവാ അല്ലെ. അതായത് പ്രത്യേകിച്ച് എമർജൻസി ഡ്രഗുകൾ ഉൾപ്പെടെ, എമർജൻസി ഡ്രഗ്സുകൾ ഉൾപ്പെടെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ള മരുന്നുകളുടെ ശതമാനം. ഓക്കെ, പിന്നെന്താണ്? പെർസെന്റേജ് ഓഫ് ഡ്രഗ്സ് ആൻഡ് കൺസ്യൂമബിൾസ് റെഫ്യൂസ്ഡ്
ബിഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് GRN. അപ്പൊ GRNന്റെ ഫുൾ ഫോം ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഗുഡ് എന്നല്ല ഗുഡ്സ് എന്ന് എഴുതാം കേട്ടോ. ഗുഡ്സ് അവിടെ ചേർക്കാം കേട്ടോ. ഗുഡ് എന്നല്ല ഗുഡ്സ് റിസീപ്റ്റ് നോട്ട് എന്നാണ് കേട്ടോ. ഗുഡ്സ് റിസീപ്റ്റ് നോട്ട്. എന്താണ് ഈ ഗുഡ്സ് റിസീപ്റ്റ് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ മെറ്റീരിയൽ മാനേജ്മെന്റ് പഠിച്ചിട്ടല്ലേ? അപ്പൊ നമ്മൾ ഈ സാധനങ്ങള് അല്ലെ ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലെ സപ്ലൈസ് ഒക്കെ നമ്മൾ സപ്ലയറിൽ നിന്ന് വാങ്ങുമ്പോൾ അതിന്റെ കൃത്യത പരിശോധിക്കുന്നതിന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ആ ഒരു അവരിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുന്ന റെസിപ്റ്റ് അല്ലെ അതാണ് ഗുഡ്സ് റെസിപ്റ്റ് നോട്ട് എന്ന് പറയുന്നത് കേട്ടോ. അതായത് നമ്മൾ സാധനങ്ങളും സേവനങ്ങൾക്കും ഒക്കെ നമ്മൾ റിക്വസ്റ്റ് കൊടുത്ത് നമ്മൾ സപ്ലയറിൽ നിന്ന് വാങ്ങും അല്ലെ. അപ്പൊ ഈ സപ്ലയറിൽ നിന്ന് നമ്മൾ ഓർഡർ കൊടുത്തിട്ടുള്ള ഈ ഗുഡ്സ് ആൻഡ് സപ്ലൈസിന്റെ ഒക്കെ ആ ഒരു കൃത്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അവരിൽ നിന്നും കൈപ്പറ്റുന്ന ആ റെസിപ്റ്റ് ഉണ്ടല്ലോ അതിനെയാണ് നമ്മൾ ഗുഡ്സ് റെസിപ്റ്റ് നോട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? പെർസെന്റേജ് ഓഫ് ഡ്രഗ്സ് ആൻഡ് കൺസ്യൂമബിൾസ് റിഫ്യൂസ്ഡ് ബിഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ഗുഡ്സ് റെസിപ്റ്റ് നോട്ട്. അപ്പൊ ഈ ഗുഡ്സ് റെസിപ്റ്റ് നോട്ട് കൈപ്പറ്റി കഴിഞ്ഞാൽ നമ്മൾ നോക്കും നമ്മൾ ഓർഡർ ചെയ്ത പോലെ ഓർഡർ ചെയ്തതിനനുസരിച്ചുള്ള സാധനങ്ങളും മറ്റുമാണ് നമുക്ക് ലഭിച്ചതിനുള്ളത്. നമുക്ക് ആ ഗുഡ്സ് റെസിപ്റ്റ് നോട്ട് നോക്കി ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ഗുഡ്സ് റെസിപ്റ്റ് നോട്ട് തയ്യാറാക്കുന്നതിന് മുൻപേ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ നമ്മൾ റിഫ്യൂസ് ചെയ്തിട്ടുള്ള വേണ്ടാന്ന് വെച്ചിട്ടുള്ള ഡ്രഗ്സ് ആൻഡ് കൺസ്യൂമബിൾസിന്റെ ശതമാനം എന്ന് പറഞ്ഞാല് ഒരുപക്ഷെ നമ്മൾ ഓർഡർ കൊടുത്ത് വന്നിട്ടുള്ള ഡ്രഗ്സ് കൺസ്യൂമബിൾസ് ചിലതൊക്കെ ഡാമേജഡ് ആയിട്ടുണ്ടാവാം, ചിലത് നമ്മൾ പറഞ്ഞ ഓർഡറിന് അപ്പുറത്തേക്ക് ഉണ്ടാവാം. അപ്പൊ നമുക്ക് ചിലത് ഉപയോഗിക്കേണ്ടി വരില്ല, അല്ലെങ്കിൽ നമുക്കത് ഡാമേജ് ആയിക്കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല അല്ലെ. അപ്പൊ അങ്ങനെ വരാം. അതുകൊണ്ട് നമുക്കത് റിഫ്യൂസ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അതുപോലെ ചിലത് നമ്മൾ പറഞ്ഞ ക്വാളിറ്റിയിൽ ഉണ്ടാവണമെന്നില്ല, അപ്പോഴും നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ റിഫ്യൂസ് ചെയ്തിട്ടുള്ളത് അതായത് ഒരു ഗുഡ്സ് റെസിപ്റ്റ് നോട്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുൻപേ തന്നെ പ്രിപ്പയർ ചെയ്യുന്നതിന് മുൻപേ തന്നെ നമ്മൾ എന്താണ് റിഫ്യൂസ് ചെയ്തിട്ടുള്ള ഡ്രഗ്സ് ആൻഡ് കൺസ്യൂമബിൾസിന്റെ ശതമാനം കേട്ടോ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പെർസെന്റേജ് ഓഫ് ഡ്രഗ്സ് ആൻഡ് കൺസ്യൂമബിൾസ് റിഫ്യൂസ്ഡ് ബിഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് GRN ഗുഡ്സ് റെസിപ്റ്റ് നോട്ട് എന്നാണ് കേട്ടോ. ലാസ്റ്റ് വരുന്നത് പെർസെന്റേജ് ഓഫ് വാരിയേഷൻസ് ഫ്രം ദ പ്രൊക്യൂർമെന്റ് പ്രോസസ്. പ്രൊക്യൂർമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റോറേജ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. നമുക്കറിയാലോ നമ്മൾ ഫാർമസിയിൽ നിങ്ങൾ പഠിച്ചപ്പോ പല ടൈപ്പ് ഓഫ് ഡ്രഗ്സ് ഉണ്ട്. എല്ലാ ഡ്രഗ്സും ഒരേ രീതിയിലാണോ നമ്മൾ പ്രൊക്യൂർ ചെയ്യുന്നത്? സ്റ്റോർ ചെയ്യുന്ന ഒരേ രീതിയിലാണോ? അല്ല. ജനറൽ ഡ്രഗ്സ് സ്റ്റോർ ചെയ്യുന്ന പോലെയാണോ നമ്മൾ നാർക്കോട്ടിക് ഡ്രഗ്സ് സ്റ്റോർ ചെയ്യുന്നത്? അല്ല. നാർക്കോട്ടിക് ഡ്രഗ്സ് സ്റ്റോർ ചെയ്യുന്ന പോലെയാണോ നമ്മൾ കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സും മറ്റുള്ള ഹൈലി ഇൻഫ്ലമബിൾ ഡ്രഗ്സ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? അല്ല. അപ്പൊ എല്ലാത്തിനും എന്തുണ്ട്? പ്രൊക്യൂർമെന്റ് വ്യത്യാസമുണ്ട് അല്ലെ. അപ്പോ ഒരു സ്റ്റാൻഡേർഡ് പ്രൊക്യൂർമെന്റ് പ്രോസസ്സിൽ നിന്നും വന്നിട്ടുള്ള വാരിയേഷൻസുകളുടെ ശതമാനം, അതായത് നമ്മൾ ഓരോ മരുന്നുകളൊക്കെ ഓർഗനൈസ് ചെയ്യാനും അത് സ്റ്റോർ ചെയ്യാനും അതിൻ്റെതായ ചില മാനദണ്ഡങ്ങളുണ്ട് അല്ലെ. അപ്പൊ ആ അങ്ങനെയുള്ള സ്റ്റാൻഡേർഡുകൾ പാലിക്കാതെ അല്ലെങ്കിൽ അത്തരം സ്റ്റാൻഡേർഡുകളിൽ നിന്നും എന്താണ് വാരിയേഷൻസ് വന്നിട്ടുള്ള എന്താണ് കേസുകളുടെ ശതമാനം കേട്ടോ. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് പെർസെന്റേജ് ഓഫ് വാരിയേഷൻസ് ഫ്രം ദ പ്രൊക്യൂർമെന്റ് പ്രോസസ്. ഓക്കെ, ഇത്രയുമാണ് ഫാർമസിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നോക്കാം. അടുത്തതാണ് ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാ നോക്കാം. ഫസ്റ്റ് വൺ ഔട്ട് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ്. ഔട്ട് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ്. ആദ്യം ഔട്ട് പേഷ്യൻസ് എവിടേക്കാ ഫസ്റ്റ് വരുന്നത്? ഫ്രണ്ട് ഓഫീസിലോട്ടാണ് വരുന്നത് ആണല്ലോ. ഓക്കെ, അപ്പൊ ഔട്ട് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ് അതായത് ഔട്ട് പേഷ്യൻസിന്റെ സംതൃപ്തി സൂചിക അല്ലെ. അവരെത്രത്തോളം നന്നായിട്ട് അവർ ട്രീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഒരു ഔട്ട് പേഷ്യന്റ് അല്ലെ, ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിലോട്ട് വരുന്ന സമയത്ത് അവർ എത്രത്തോളം അവര് എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആയിട്ട് അവരെ ട്രീറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ, അവരെത്രത്തോളം ഔട്ട് പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു അവരുടെ ആ ഒരു സേവനങ്ങളിൽ അല്ലെ. അപ്പൊ അതിന്റെ ഒരു ഇൻഡിക്കേറ്റർ ആണ് കേട്ടോ ഔട്ട് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ്. ഇങ്ങനെ ഓർത്താൽ മതി. ഔട്ട് പേഷ്യൻസ് ആദ്യം വരുന്ന ഫ്രണ്ട് ഓഫീസിലോട്ടല്ലേ, അങ്ങനെ ചിന്തിച്ചാൽ മതി കേട്ടോ. പിന്നെ എന്താണ് വെയിറ്റിംഗ് ടൈം വിത്ത് റിഗാർഡ് ടു ഡോക്ടർ അപ്പോയിന്റ്മെന്റ്. ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വെയിറ്റിംഗ് ടൈം. ഒരു ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റിന് വേണ്ടിയിട്ട് എത്രത്തോളം സമയം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ആ വെയിറ്റിംഗ് ടൈം ദാറ്റ് ഈസ് റിഗാർഡ് ടു
ഡോക്ടർ അപ്പോയിന്റ്മെന്റ്. അത്രയേ ഉള്ളൂ. ഇത് രണ്ടും എന്തുവാണ്? ഫ്രണ്ട് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. രണ്ടെണ്ണം ഉള്ളൂ. ഔട്ട് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സും വെയിറ്റിംഗ് ടൈം വിത്ത് റിഗാർഡ് ടു ഡോക്ടർ അപ്പോയിന്റ്മെന്റ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് വരുന്നതാണ് MRD ഡിപ്പാർട്ട്മെന്റ്. MRD എന്താണ്? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. എന്താണ്? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് വൺ, പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് വിത്തൗട്ട് ഡിസ്ചാർജ് സമ്മറി. അതായത് ഡിസ്ചാർജ് സമ്മറി കൂടാതെയുള്ള മെഡിക്കൽ റെക്കോർഡുകളുടെ ശതമാനം. ഒരു മെഡിക്കൽ റെക്കോർഡിൽ എന്തൊക്കെ കണ്ടന്റുകൾ വേണം, എത്ര ദിവസത്തിനുള്ളിൽ അത് കംപ്ലീറ്റ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലെ. അപ്പൊ ഡിസ്ചാർജ് സമ്മറി ഒരു മെഡിക്കൽ റെക്കോർഡിൽ ഉണ്ടായിരിക്കണം, വേണ്ടേ? ഇതിന് പറയുന്നത് പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് വിത്തൗട്ട് ഡിസ്ചാർജ് സമ്മറി. ഡിസ്ചാർജ് സമ്മറി കൂടാതെയുള്ള മെഡിക്കൽ റെക്കോർഡുകളുടെ ശതമാനം. അതെന്തായിരിക്കും? ഇൻകംപ്ലീറ്റ് റെക്കോർഡ് ആയിരിക്കും അല്ലെ. പിന്നെ എന്താണ്? പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് നോട്ട് ഹാവിംഗ് ICD കോഡിംഗ്. ICD എന്താണ്? ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ്. എന്താണ്? പ്രൊക്യൂർമെന്റ് മീൻസ് സ്റ്റോറേജ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. സ്റ്റോറേജ്, പ്രൊക്യൂർ ചെയ്യാന്ന് വെച്ചാൽ എന്താ? സ്റ്റോർ ചെയ്യാന്നുള്ള അർത്ഥം കേട്ടോ, സ്റ്റോറേജ്. ഓക്കെ, ഇവിടെ എന്താ പറയുന്നത്? പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് നോട്ട് ഹാവിംഗ് ICD കോഡിംഗ്. ICD കോഡിംഗ് ആദ്യമായിട്ട് കേൾക്കുന്നതല്ല കേട്ടോ. മെഡിക്കൽ റെക്കോർഡിൽ നമ്മൾ പഠിച്ചിരുന്നു അല്ലെ. കോഡിംഗ് ഓഫ് മെഡിക്കൽ റെക്കോർഡിൽ ICD പഠിച്ചില്ലേ? ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ് എന്നാണ് കേട്ടോ. അതായത് നമ്മൾ ഈ പറയുന്ന ഡിസീസസ് അല്ലെ, അസുഖങ്ങള്, അതുപോലെ അതിന്റെ രോഗലക്ഷണങ്ങള്, ഇതെല്ലാം തന്നെ നമ്മൾ എന്താണ് രേഖപ്പെടുത്താനായിട്ട് ഗ്ലോബലി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കോഡ് ഉണ്ട്. അതാണ് ICD കോഡിംഗ് എന്ന് പറയുന്നത്. ഓരോ രോഗത്തിന് നമ്മൾ ഓരോ കോഡുകൾ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള അത് മെഡിക്കൽ റെക്കോർഡുകൾ നമ്മൾ പറഞ്ഞില്ല, ആൽഫാ ന്യൂമറിക് കോഡുകൾ ഉപയോഗിച്ച് കോഡ് ചെയ്യണം എന്നൊക്കെ നമ്മൾ അതിനകത്ത് പഠിച്ചതാണ്. സോ ഈ രീതിയിൽ ICD കോഡിംഗ് ഇല്ലാതെയുള്ള മെഡിക്കൽ റെക്കോർഡുകളുടെ ശതമാനം കേട്ടോ. ഒന്നാമത്തത് ഡിസ്ചാർജ് സമ്മറി ഇല്ലാതെയുള്ള മെഡിക്കൽ റെക്കോർഡുകളുടെ ശതമാനം, ICD കോഡിംഗ് ഇല്ലാതെയുള്ള മെഡിക്കൽ റെക്കോർഡുകളുടെ ശതമാനം. പിന്നെന്താണ്? പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് ഹാവിംഗ് ഇംപെർഫെക്റ്റ് ഓർ ഇംപ്രോപ്പർ കൺസെന്റ്. ഇംപെർഫെക്റ്റ് ദാറ്റ് മീൻസ് ഇൻകംപ്ലീറ്റ് എന്നൊക്കെ നമുക്ക് പറയാം അല്ലെ, പൂർണ്ണമല്ലാത്തത് അല്ലെങ്കിൽ പ്രോപ്പർ കൺസെന്റ് ഇല്ലാതെയുള്ള മെഡിക്കൽ റെക്കോർഡുകളുടെ ശതമാനം. ഓക്കെ, പിന്നെന്താണ്? പെർസെന്റേജ് ഓഫ് മിസ്സിംഗ് റെക്കോർഡ്സ്, മിസ്സായിട്ടുള്ള റെക്കോർഡ്സുകളുടെ ശതമാനം. പിന്നെ വരുന്നത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം, അവിടെ പഠിക്കാത്ത ഒരു പോയിന്റ് ആണ്. നമ്മൾ നേരത്തെ റീഇൻക്യുബേഷൻ പറഞ്ഞ പോലെ മറ്റൊരു പോയിന്റ് ആണ് ബെഡ് ഒക്യുപ്പൻസി റേറ്റ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, നോട്ട് ചെയ്ത് വെക്കണം. ബെഡ് ഒക്യുപ്പൻസി റേറ്റ് അഥവാ BOR എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക കേട്ടോ. ബെഡ് ഒക്യുപ്പൻസി റേറ്റ്. വാട്ട് ഇസ് മീൻ ബൈ ബെഡ് ഒക്യുപ്പൻസി റേറ്റ്? എന്താണ് ബെഡ് ഒക്യുപ്പൻസി റേറ്റ് അഥവാ BOR എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? എന്താണെന്ന് നോക്കിയേ. ഇറ്റ് ഈസ് എ മെഷർ ഓഫ് യൂട്ടിലൈസേഷൻ ഓഫ് ദ അവൈലബിൾ ബെഡ് കപ്പാസിറ്റി ഇൻ എ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിൽ ലഭ്യമായിട്ടുള്ള ബെഡുകൾ യൂട്ടിലൈസ് ചെയ്യുന്നതിന്റെ ഒരു അളവുകോലാണ് ബെഡ് ഒക്യുപ്പൻസി റേറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ഹോസ്പിറ്റലിൽ എത്രത്തോളം ബെഡ്സ് അവൈലബിൾ ആണ്, അതിൽ എത്രത്തോളം ബെഡ്സ് അവിടെ യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നുണ്ട്, അത് നമ്മളൊരു കാലയളവ് വെച്ചിട്ടാ പറയുന്നത്. ഇപ്പൊ ഒരു വർഷത്തേക്കായിട്ട്, ഒരു വർഷം ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ എത്രത്തോളം ബെഡ്സ് അവൈലബിൾ ആണ്, അവൈലബിൾ ആയിട്ടുള്ള ബെഡ്സിൽ എത്രത്തോളം യൂട്ടിലൈസേഷൻ വരുന്നുണ്ട്, ദാറ്റ് മീൻസ് എത്രത്തോളം പേഷ്യൻസ് അവിടെ ഒക്യുപ്പൈഡ് ആവുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. അതൊന്ന് നോട്ട് ചെയ്യാം കേട്ടോ. ബെഡ് ഒക്യുപ്പൻസി റേറ്റ് ഇസ് ദ മെഷർ of utilization of the available bed capacity in a hospital. ഒരു ഹോസ്പിറ്റലിൽ ലഭ്യമായിട്ടുള്ള ബെഡുകള് യൂട്ടിലൈസ് ചെയ്യുന്നതിന്റെ ആ ഒരു മെഷർ അളവുകോലാണ് ബെഡ് ഒക്യുപ്പൻസി റേറ്റ് എന്ന് പറയുന്നത്. It donates the percentage of beds occupied by the patients in a defined period of time, normally a year. പൊതുവെ ഒരു വർഷം, അതായത് ഒരു ഡിഫൈൻഡ് പീരീഡ് ഓഫ് ടൈം എന്ന് പറയുമ്പോൾ നോർമലി ഒരു വർഷമാണ്. അപ്പൊ ആ ഒരു വർഷത്തില് ആ ഒരു ഹോസ്പിറ്റലിൽ എത്രത്തോളം പേഷ്യൻസ് ഒക്യുപ്പൈഡ് ആവുന്നുണ്ട്, അഡ്മിറ്റഡ് ആവുന്നുണ്ട് എന്നതിന്റെ ശതമാനം നമുക്ക് ആ ബെഡ് ഒക്യുപ്പൻസി റേറ്റിലൂടെ കണ്ടെത്താനായിട്ട് സാധിക്കും. ബെഡ് ഒക്യുപ്പൻസി റേറ്റിലൂടെ നമുക്ക് മനസ്സിലാകും ഇത്ര പേഷ്യൻസ് അവിടെ അഡ്മിറ്റ് ആവുന്നുണ്ട്, ഇന്ന വർഷം ഇത്രത്തോളം പേഷ്യൻസ് ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെന്താണ്?
ലെങ്ത് ഓഫ് സ്റ്റേ ആണ് അല്ലെ, ലെങ്ത് ഓഫ് സ്റ്റേ. അതായത് ആ ഹോസ്പിറ്റലിന്റെ താമസത്തിന്റെ ഒരു ദൈർഘ്യം അല്ലെ, ലെങ്ത് ഓഫ് സ്റ്റേ. ദാറ്റ് മീൻസ് ആ പേഷ്യൻസ് എത്രത്തോളം അവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട്. അതുപോലെ മോർട്ടാലിറ്റി റേറ്റ് കേട്ടോ, മരണനിരക്ക്. എന്താണ് മോർട്ടാലിറ്റി റേറ്റ് കേട്ടോ, മരണനിരക്ക്. അതുപോലെ തന്നെ പ്രൊപ്പോർഷണൽ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്, ആനുപാതിക മാതൃമരണ നിരക്ക് കേട്ടോ. പ്രൊപ്പോർഷണൽ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്, ആനുപാതിക മാതൃമരണ നിരക്ക്. മാതൃമരണ നിരക്ക് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ ഒരു സ്ത്രീയുടെ റീപ്രൊഡക്റ്റീവ് ഏജില്, അതായത് ഒരു 15 വയസ്സ് തൊട്ട് ഒരു 49 വയസ്സ് വരെയുള്ള ആ ഒരു റീപ്രൊഡക്റ്റീവ് ഏജിൽ മരണപ്പെടുന്ന സ്ത്രീകളുടെ മെറ്റേണിറ്റി മൂലം, അതായത് ഈ പറയുന്ന പ്രസവത്തെ തുടർന്നൊക്കെ അല്ലെങ്കിൽ പ്രഗ്നൻസിയെ തുടർന്നൊക്കെ മരണപ്പെടുന്നവരുടെ എണ്ണം കേട്ടോ. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ആനുപാതിക മാതൃമരണ നിരക്ക്. അതായത് ഒരു സ്ത്രീയുടെ റീപ്രൊഡക്റ്റീവ് ഏജില് മരണപ്പെടുന്ന സ്ത്രീകൾ, അതായത് ഒരു 15, 40, 49 വയസ്സിനൊക്കെ ഇടയിൽ മരണപ്പെടുന്ന ആകെ സ്ത്രീകളില് ഈ പറയുന്ന മെറ്റേണിറ്റി മൂലം, ഓക്കെ, അതായത് പ്രസവം അല്ലെങ്കിൽ ഡെലിവറി, പ്രഗ്നൻസി അങ്ങനെയൊക്കെ മൂലം മരണപ്പെടുന്ന എന്താ പറയാ സ്ത്രീകളുടെ നിരക്കാണ് കേട്ടോ. അതാണ് പ്രൊപ്പോർഷണൽ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്. അതുപോലെ ഒന്നാണ് പ്രൊപ്പോർഷണൽ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, ആനുപാതിക ശിശു മരണ നിരക്ക്. ശിശു മരണ നിരക്ക് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ഡെത്ത് ഓഫ് ഇൻഫന്റ്സ് ആണ് കേട്ടോ. അതും അണ്ടർ ദ ഏജ് ഓഫ് 1 ഇയർ. അതും എന്താണ് പെർ 1000 ലൈവ് ബർത്ത്. അതായത് ഒരു 1000 ജനനങ്ങള്, 1000 കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് 1 വയസ്സ് എത്തുന്നതിന് മുൻപ് മരണപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ നിരക്ക്. അവരെയാണ് നമ്മൾ ശിശുക്കൾ എന്നുള്ള രീതിയിൽ പെടുത്തുക. ഇൻഫന്റ്സ് എന്നുള്ള ആ ഒരു വിഭാഗത്തിൽ നമ്മൾ പെടുന്നത് 1 വർഷത്തിന് മുൻപ്, 1 വയസ്സൊക്കെ എത്തുന്നതിന് മുൻപ് മരണപ്പെടുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ, അവരെയാണ് നമ്മൾ ഇൻഫന്റ്സ് എന്നുള്ള ഗണത്തിൽ പെടുന്നത്. അപ്പം ഒരു 1000 ലൈവ്, അതാണ് നമ്പർ ഓഫ് ഡെത്ത് ഓഫ് ഇൻഫന്റ്സ് ആണ് അണ്ടർ ദ ഏജ് ഓഫ് 1 ഇയർ. അതും പെർ 1000 ലൈവ് ബർത്ത്. അതായത് 1000 ജനനങ്ങൾ നടക്കുമ്പോൾ അതിനകത്ത് 1 വയസ്സ് എത്തുന്നതിന് മുൻപ് മരണപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ നിരക്ക്. അതാണ് ആനുപാതിക ശിശു മരണ നിരക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പൊ ബെഡ് ഓക്യുപ്പൻസി റേറ്റ് എന്താണ്? അതുപോലെ മോർട്ടാലിറ്റി റേറ്റ് മരണനിരക്കാണ്. പ്രൊപ്പോർഷണൽ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ ആനുപാതിക മാതൃമരണ നിരക്കാണ്. പ്രൊപ്പോർഷണൽ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ ആനുപാതിക ശിശു മരണ നിരക്ക്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ ആണ്. ഇതൊക്കെ ഓരോ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് കേട്ടോ. അതിൽ നമുക്ക് മാതൃമരണങ്ങളും ശിശുമരണങ്ങളും ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വരുന്നതാണ് HRM, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അല്ലെ. HRM ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണ്? HRM എന്ന് പറയാൻ അറിയാലോ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. നമ്മൾ എംപ്ലോയീസിനെ ഹയർ ചെയ്യുന്നതും അവർക്ക് വേണ്ടി നല്ല തൊഴിൽ സാഹചര്യങ്ങൾ കൊടുക്കുന്നതും. അതെന്ന് പറയുമ്പോൾ പേഷ്യൻസുമായിട്ട് റിലേറ്റഡ് അല്ല, അത് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഭാഗമാണല്ലോ HRM എന്ന് പറയുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ഒന്നാമത്തത് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ്. ഇതിനകത്ത് പേഷ്യന്റ് വരില്ല, കംപ്ലീറ്റ് എംപ്ലോയീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും കേട്ടോ. എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ് അഥവാ പെർസെന്റേജ് ഓഫ് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ, അതായത് ഈ പറയുന്ന ജീവനക്കാരുടെ സംതൃപ്തി അല്ലെ, അവരുടെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ്. HRM ഡിപ്പാർട്ട്മെന്റിന്റെ ഫംഗ്ഷൻ എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യൽ മാത്രമല്ല അല്ലെ, അവരുടെ സംതൃപ്തി ഉറപ്പുവരുത്തണം അല്ലെ, അവർക്ക് നല്ല തൊഴിൽ സാഹചര്യങ്ങൾ കൊടുക്കണം, അവർക്ക് നല്ല വർക്കിംഗ് കണ്ടീഷൻസ് കൊടുക്കണം, അവരുടെ സേഫ്റ്റി, അവരുടെ ഹെൽത്ത് ഇതൊക്കെ അവിടെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. ഓക്കെ, പിന്നെ അവർക്ക് നല്ല നല്ല ആനുകൂല്യങ്ങൾ കൊടുക്കുക അല്ലെ, ഇതൊക്കെ അതിന്റെ ഭാഗമാണ്, HRMന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. അപ്പൊ എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ പെർസെന്റേജ് ഓഫ് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ, അതായത് എംപ്ലോയീസിന്റെ സംതൃപ്തി സൂചിക്കാം. പിന്നെ എംപ്ലോയി അട്രീഷൻ റേറ്റ്. അട്രീഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? അട്രീഷൻ ടേൺ ഓവർ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അതായത് ജോലി മതിയാക്കി പോകുന്ന, അതാണ് അട്രീഷൻ റേറ്റ് എന്ന് പറയുമ്പോൾ കൊഴിഞ്ഞു പോവുക, മീൻസ് ജോലി മതിയാക്കി വേണ്ടാന്ന് വെച്ച് പോകുന്ന എംപ്ലോയീസുകളുടെ നിരക്ക്. പല കാരണങ്ങൾ കൊണ്ട് എംപ്ലോയീസ് ജോലി വേണ്ടാന്ന് വെച്ച് പോകാം, നമ്മൾ ടേൺ ഓവർ റേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടില്ല, അതേ സംഭവം തന്നെയാണ് കേട്ടോ. എംപ്ലോയി അട്രീഷൻ റേറ്റ് കേട്ടോ, വേണ്ടാന്ന് വെച്ച് ജോലി മതിയാക്കി അല്ലെങ്കിൽ ജോലി വേണ്ടാന്ന് വെച്ച് പോകുന്ന എംപ്ലോയീസുകളുടെ നിരക്ക്. പിന്നെ എംപ്ലോയി ആബ്സെന്റീസം റേറ്റ്. ആബ്സെന്റീസം റേറ്റ് ജോലിക്ക് വരാതിരിക്കുന്നവരുടെ അങ്ങനെയുള്ള എംപ്ലോയീസിന്റെ നിരക്ക്. അതുപോലെ പെർസെന്റേജ് ഓഫ് എംപ്ലോയീസ് ഹു ആർ
ഇൻഫോംഡ് ഓഫ് എംപ്ലോയി റൈറ്റ്സ്, റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് വെൽഫെയർ സ്കീംസ്. അതുപോലെ തന്നെ എംപ്ലോയി റൈറ്റ്സ്, ജീവനക്കാരുടെ അവകാശങ്ങള്, അവരുടെ റെസ്പോൺസിബിലിറ്റീസ്, അവരുടെ ക്ഷേമ പദ്ധതികള് എന്നിവയെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള നോളജ് ഉള്ള, അങ്ങനെയുള്ള അറിവുള്ള എംപ്ലോയീസുകളുടെ ശതമാനം. അതായത് എല്ലാ എംപ്ലോയിയുടെ റൈറ്റിനെ പറ്റി, അവരുടെ റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റിയെ പറ്റിയിട്ട്, അവരുടെ ക്ഷേമ പദ്ധതികളെ പറ്റിയിട്ടൊക്കെ അറിയാവുന്ന അത്തരം എംപ്ലോയീസുകളുടെ ശതമാനം ട്ടോ. Okay, that is percentage of employees who are informed of employee rights, responsibilities and welfare schemes. Next വരുന്നത് percentage of staff provided pre-exposure profile access. അതായത് ഇമ്മ്യൂണൈസേഷൻ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ, സ്റ്റാഫ് ഇമ്മ്യൂണൈസേഷൻ, അതുപോലെ തന്നെയാണ്. അതായത് സ്റ്റാഫുകളിൽ തന്നെ കൃത്യമായിട്ടുള്ള പ്രീ എക്സ്പോഷർ പ്രൊഫൈൽ ആക്സസ്, അതായത് പ്രതിരോധ നടപടികളൊക്കെ എടുത്ത് കൃത്യമായിട്ട് പ്രതിരോധ നടപടികളൊക്കെ എടുക്കുന്ന സ്റ്റാഫുകളുടെ ശതമാനം. പ്രത്യേകിച്ച് ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സ്റ്റാഫുകൾ എന്നൊക്കെ പറയുമ്പോൾ അവരെന്താണ്, രോഗികളുമായിട്ട് ഇടപഴകുന്നത് കൊണ്ട് തന്നെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഇമ്മ്യൂണൈസേഷൻ പ്രൊഫൈൽ ആക്സസ് ഒക്കെ അവിടെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. പ്രതിരോധ നടപടികൾ അവര് എടുത്തിരിക്കണം. അങ്ങനെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്രൊഫൈൽ ആക്സസ്, പ്രതിരോധ നടപടികൾ എടുത്തിട്ടുള്ള സ്റ്റാഫുകളുടെ ശതമാനം. ഓക്കെ, പിന്നെ എംപ്ലോയി ആബ്സെന്റീസം റേറ്റ് എന്ന് പറയുമ്പോൾ ആബ്സെന്റ് ആവാന്ന് പറഞ്ഞ എന്താണ്, ഒരു ക്ലാസ്സിൽ ആബ്സെന്റ് ആവാന്ന് പറഞ്ഞ എന്താണ്, അത് തന്നെയാണ് കേട്ടോ എംപ്ലോയി ആബ്സെന്റീസം റേറ്റ്. അടുത്തതാണ് ജോലിക്ക് വരാതിരിക്കുക, ഹാജരാവാതിരിക്കുക. ഓക്കെ, അതല്ലേ ആബ്സെന്റ് എന്ന് പറയുമ്പോ. അടുത്തത് 10. ഓക്കെ, 10ാമത്തത് ഡിസ്ചാർജ് സമ്മറി ട്ടോ. ഡിസ്ചാർജ് സമ്മറി അഥവാ ഡിസ്ചാർജുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്താണ്? ഒന്നാമത്തെ എന്താണ്, ഒരേ ഒരെണ്ണുള്ളൂ, ടൈം ടേക്കൺ ഫോർ ദ ഡിസ്ചാർജ്, ഡിസ്ചാർജിന് എടുക്കുന്ന സമയം. ഓക്കെ, അത് ലാസ്റ്റ് പറയാം കേട്ടോ, ഫസ്റ്റ് ലാസ്റ്റ് പറയാം. അപ്പൊ ഡിസ്ചാർജ് സമ്മറിയിൽ പറയുന്നത്, അല്ലെങ്കിൽ ഡിസ്ചാർജുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ എന്താണ്? ടൈം ടേക്കൺ ഫോർ ദ ഡിസ്ചാർജ്, ഡിസ്ചാർജിന് എടുക്കുന്ന സമയം. ഓക്കെ, അടുത്തത് 11ാമത്തെ കേട്ടോ, ഏതാണ്? മെയിന്റനൻസ് ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. മെയിന്റനൻസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണ്? ഏതൊക്കെയാണെന്നറിയോ? ഫസ്റ്റ് വൺ, ക്രിട്ടിക്കൽ എക്യുപ്മെന്റ് ബ്രേക്ക് ഡൗൺ ടൈം. ക്രിട്ടിക്കൽ എക്യുപ്മെന്റ് ബ്രേക്ക് ഡൗൺ ടൈം. എന്താണ് ക്രിട്ടിക്കൽ എക്യുപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ക്രിട്ടിക്കൽ എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ ദ എക്യുപ്മെന്റ്സ് ഓർ ഇൻസ്ട്രുമെന്റ്സ് ദാറ്റ് ഈസ് ക്രൂഷ്യൽ ഫോർ ദ എന്താ പറയാ മെഡിക്കൽ പ്രൊസീജിയേഴ്സ് അല്ലെ. നമ്മുടെ മെഡിക്കൽ പ്രൊസീജിയേഴ്സിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ, ലൈക്ക് ഇപ്പോ വെന്റിലേറ്റർ അല്ലെ, അതുപോലെ മെഡിക്കൽ എക്യുപ്മെന്റ്സുകളെല്ലാം തന്നെ ഏറ്റവും അത്യാവശ്യമുള്ളതാണ് ഒരു ഹോസ്പിറ്റലിൽ. അതുകൊണ്ടാണ് ഇത് ക്രിട്ടിക്കൽ എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു ഹോസ്പിറ്റലിൽ ഒരു സർജറിക്കാണെങ്കിലും ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾക്കാണെങ്കിലും അവിടുത്തെ മറ്റുള്ള മെഡിക്കൽ പ്രോസസ്സുകൾക്കായാലും ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള, ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സുകള് അല്ലെ, അതൊക്കെ അങ്ങനെയുള്ള എക്യുപ്മെന്റ്സുകളെയാണ് നമ്മൾ ക്രിട്ടിക്കൽ എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ എന്താണ് ക്രിട്ടിക്കൽ എക്യുപ്മെന്റ് ബ്രേക്ക് ഡൗൺ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെയുള്ള എക്യുപ്മെന്റ്സുകൾ ഇപ്പൊ കേടാവാണെന്ന് വിചാരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ അത് പ്രവർത്തനരഹിതമാവുന്ന സമയത്ത് പറഞ്ഞല്ലോ, 5ാമത്തെ പോയിന്റ് പറഞ്ഞല്ലോ, പെർസെന്റേജ് ഓഫ് സ്റ്റാഫ് പ്രൊവൈഡഡ് പ്രീ എക്സ്പോഷർ പ്രൊഫൈൽ ആക്സസ്. ക്ലാസ്സിൽ ഇരിക്കുന്നില്ലേ? ക്ലാസ് കേൾക്കുന്നില്ലേ? ഞാൻ ഇതെല്ലാം പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. ഓക്കെ, ക്ലാസ് ശ്രദ്ധിച്ചിരുന്നാൽ മതി, ഞാനൊന്നും മിസ് ചെയ്യുന്നില്ല, കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടാണ് പോകുന്നത്. Percentage of staff provided pre-exposure profile access. പറഞ്ഞില്ലേ, പ്രൊഫൈൽ ആക്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതിരോധം അല്ലെ, കൃത്യമായിട്ടുള്ള പ്രതിരോധ നടപടികൾ എടുത്തിട്ടുള്ള സ്റ്റാഫുകളുടെ ശതമാനം, ഇമ്മ്യൂണൈസേഷൻ എടുത്തിട്ടുള്ള അല്ലെ. ഒരു സ്റ്റാഫ് എന്ന് പറയുമ്പോൾ പേഷ്യൻസ് ആയിട്ട് ഇടപെടുന്ന ആൾക്കാരല്ലേ അല്ലെ. അപ്പൊ അവരുമായിട്ട് ഇടപെടുമ്പോൾ കൃത്യമായിട്ടുള്ള ഇമ്മ്യൂണൈസേഷൻ, പ്രതിരോധ നടപടികള് ആരെടുക്കണം? സ്റ്റാഫുകൾ എടുക്കണം. അങ്ങനെ എടുത്തിട്ടുള്ള സ്റ്റാഫുകളുടെ ശതമാനം പറഞ്ഞില്ലേ? ഓക്കെ, അപ്പൊ നോക്കുക കേട്ടോ, മെയിന്റനൻസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എന്താണ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. അപ്പൊ അതിൽ നോക്കുക, ഒന്നാമത്തേത് ക്രിട്ടിക്കൽ എക്യുപ്മെന്റ് ബ്രേക്ക് ഡൗൺ ടൈം.
ക്രിട്ടിക്കൽ എക്യുപ്മെന്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. അതായത് ഒരു ഹോസ്പിറ്റലിലെ വിവിധ പ്രൊസീജിയറുകൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ. ഇപ്പൊ വെന്റിലേറ്റർ ഏറ്റവും അത്യാവശ്യമുള്ളതാണ് അല്ലെ. എക്സ്റേ മെഷീൻസ്, MRI മെഷീൻസ് ഒക്കെ ഒരു ഹോസ്പിറ്റലിന്റെ മെഡിക്കൽ പ്രൊസീജിയറുകൾക്കൊക്കെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സുകളാണ്. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് മനസ്സിലായല്ലോ. ക്രിട്ടിക്കൽ എക്യുപ്മെന്റ് ബ്രേക്ക് ഡൗൺ ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്തരം എക്യുപ്മെന്റ്സുകൾ കേട് വന്നാൽ എന്ത് സംഭവിക്കും? ആ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളൊക്കെ അവിടെ സ്റ്റക്കായി പോകും അല്ലെ. അപ്പൊ ക്രിട്ടിക്കൽ എക്യുപ്മെന്റ് ബ്രേക്ക് ഡൗൺ ടൈം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടൈം ടേക്കൺ ടു ഫിക്സ് എ എക്യുപ്മെന്റ് അല്ലെ. ഇങ്ങനെയുള്ള ക്രിട്ടിക്കൽ എക്യുപ്മെന്റ്സ് റിപ്പയർ ചെയ്യാൻ അല്ലെങ്കിൽ അത് ഫിക്സ് ചെയ്യാനായിട്ട് എടുക്കുന്ന ആ ഒരു സമയമാണിത് ക്രിട്ടിക്കൽ എക്യുപ്മെന്റ് ബ്രേക്ക് ഡൗൺ ടൈം എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാല് ആ ഒരു സമയത്ത് നമുക്ക് ആ എക്യുപ്മെന്റ്സുകൾ അവൈലബിൾ ആയിരിക്കില്ല അല്ലെ. അങ്ങനെയുള്ള എക്യുപ്മെന്റ്സുകൾ ഫിക്സ് ചെയ്യാൻ എടുക്കുക, റിപ്പയർ ചെയ്യാൻ എടുക്കുക എന്ന് പറയുമ്പോൾ ആ എക്യുപ്മെന്റ്സുകളെല്ലാം പ്രവർത്തനരഹിതമായിരിക്കാം. അത് നമുക്ക് എന്തിന് കിട്ടുന്നില്ല? മെഡിക്കൽ നമ്മളുടെ ആ ഒരു അവൈലബിൾ ആയിരിക്കില്ല. ഓക്കെ, അത്രയ്ക്കും ചിന്തിക്കേണ്ട. ക്രിട്ടിക്കൽ എക്യുപ്മെന്റ് ബ്രേക്ക് ഡൗൺ ടൈം എന്ന് പറഞ്ഞാൽ ടൈം ടേക്കൺ ടു ഫിക്സ് ഇത് ക്രിട്ടിക്കൽ എക്യുപ്മെന്റ്സ്. ഇത്തരം എക്യുപ്മെന്റ്സുകള് ഫിക്സ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ റിപ്പയർ ചെയ്യാനായിട്ട് എടുക്കുന്ന ആ ഒരു സമയം, അതാണ് ക്രിട്ടിക്കൽ എക്യുപ്മെന്റ് ബ്രേക്ക് ഡൗൺ ടൈം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ബ്രേക്ക് ഡൗൺ ആയിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര നല്ല കാര്യമല്ല. ബ്രേക്ക് ഡൗൺ ആയിക്കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ ആകെ തകരാറുണ്ടാവും. ഓക്കെ, അപ്പൊ നോക്കുക, ഇത് എല്ലാ എക്യുപ്മെന്റ്സും വരും കേട്ടോ. ബയോമെഡിക്കൽ എക്യുപ്മെന്റ്സ് വരും, ജനറൽ എക്യുപ്മെന്റ്സുകൾ എല്ലാം തന്നെ അതിനകത്ത് ഉൾപ്പെടും. പിന്നെ വരുന്നത് എന്താണ്? എക്യുപ്മെന്റ് യൂട്ടിലൈസേഷൻ റേറ്റ് ആണ് കേട്ടോ. എക്യുപ്മെന്റ് യൂട്ടിലൈസേഷൻ റേറ്റ്, നമ്മൾ ഹോസ്പിറ്റലിലെ എക്യുപ്മെന്റ്സുകളുടെ എത്രത്തോളം അത് ഉപയോഗിക്കുന്നുണ്ട്, അതിന്റെ ഉപയോഗത്തിന്റെ നിരക്ക്. ഓക്കെ, എത്രത്തോളം ഉപയോഗിക്കുന്നോ അത്രത്തോളം അതിന് എന്താണ് തേയ്മാനവും അല്ലെങ്കിൽ മറ്റുള്ള മെയിൻ്റനൻസിനൊക്കെ ഉള്ള ചാൻസ് അവിടെ കൂടുതലായിരിക്കും. ഓക്കെ, അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് എക്യുപ്മെന്റ് യൂട്ടിലൈസേഷൻ റേറ്റ്. അതിപ്പോ ഓപ്പറേഷൻ തിയേറ്ററോ ICU, ജനറൽ എക്യുപ്മെന്റ്സ്, ഇത് എങ്ങനെയുള്ള എല്ലാ എക്യുപ്മെന്റ്സുകളുടെയും യൂട്ടിലൈസേഷൻ റേറ്റ്. ഇതാണ് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. മനസ്സിലായോ? അപ്പൊ ഇവിടെ ഇത്രയും നമ്മൾ പറഞ്ഞത് 32 കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് പഠിച്ചിട്ട് അതില് ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് ബന്ധപ്പെട്ട് എത്രത്തോളം കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട് എന്നാണ് അവിടെ കാറ്റഗറൈസ് ചെയ്ത് പഠിച്ചത്. അപ്പൊ നിങ്ങൾക്ക് അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ തന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ഏത് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്? അത് ഫാർമസി ആണോ, അല്ലെങ്കിൽ മറ്റേ ഡിസ്ചാർജ് സർവീസുമായിട്ട് ബന്ധപ്പെട്ടതാണോ, അല്ലെങ്കിൽ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റണം. അങ്ങനെയാണ് അവിടെ നിന്ന് പ്രതീക്ഷിക്കേണ്ടത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് എലിജിബിലിറ്റി ടു അപ്ലൈ ഫോർ ദ ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ. ഒരു ഹോസ്പിറ്റൽ അക്രഡിറ്റേഷന് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എലിജിബിലിറ്റീസ് എന്തൊക്കെയാണ്? ഒരു ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ ലഭിക്കണം. ആ ഒരു അക്രഡിറ്റേഷൻ അപ്ലൈ ചെയ്യണമെങ്കിൽ എന്തൊക്കെ എലിജിബിൾ ആണ് അവർക്ക്, എന്തൊക്കെ എലിജിബിലിറ്റി ആണ് അവർക്ക് ഉണ്ടായിരിക്കേണ്ടത്? ഓക്കെ, എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. അവിടെ 4 പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ പോയിന്റ് ഇതാണ് കേട്ടോ. ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ദാറ്റ് സാറ്റിസ്ഫൈ ദ ഫോളോയിങ് റിക്വയർമെന്റ്സ്. ദാറ്റ് മീൻസ് ഹോസ്പിറ്റൽ പോലെയുള്ള ഏതൊരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനും അക്രഡിറ്റേഷൻ അവർക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ അവർക്ക് ഉണ്ടായിരിക്കേണ്ട എലിജിബിലിറ്റീസ്, യോഗ്യതകള്, എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് എലിജിബിൾ ആവണം. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. ഫസ്റ്റ് എന്താണ്? currently in operation as a healthcare provider, it should be above 50 beds. Since the hospital below 50 beds will come under SHCO standard. ഇത് നമ്മൾ നേരത്തെ പഠിച്ചൊരു കാര്യമാണ്. NABH നമ്മുടെ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു അല്ലെ. ഏതൊക്കെയാണ്? ഒന്ന് HCO, മറ്റൊന്ന് SHCO. HCO എന്ന് പറയുന്ന ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്തിന്റെ ബേസിലാണ്? above the 50 beds, 50 ബെഡുകളോ അതിൽ കൂടുതലുള്ള ഹോസ്പിറ്റലുകളെ നമ്മൾ ഏത് വിഭാഗത്തിലാണ് പെടുത്തിയത്? HCO വിഭാഗത്തിലാണ്. അപ്പം അതിനനുസരിച്ചിട്ടുള്ള സ്റ്റാൻഡേർഡുകളായിരിക്കണം അവർ ഫോളോ ചെയ്യേണ്ടത്. ഒരു ഹോസ്പിറ്റലിൽ 50ഓ 50ൽ കൂടുതലോ ബെഡുകളുള്ള ഒരു ഹോസ്പിറ്റൽ ആണെന്ന് ഇരിക്കട്ടെ, ആ ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ ലഭിക്കണമെങ്കിൽ അവർ ഏത് സ്റ്റാൻഡേർഡുകളാണ് ഫോളോ ചെയ്യേണ്ടത്? HCO സ്റ്റാൻഡേർഡുകൾ നിർബന്ധമായിട്ട് അവരവിടെ ഫോളോ ചെയ്തിരിക്കണം.
അതേസമയം 50 ബെഡുകളിൽ താഴെയുള്ള സ്മോൾ ഹോസ്പിറ്റൽസ് ആണെന്ന് വിചാരിക്കാം. അങ്ങനെയുള്ള ഹോസ്പിറ്റൽസുകളുടെ അക്രഡിറ്റേഷൻ അപ്ലൈ ചെയ്യണമെങ്കിൽ അവർ ഏത് സ്റ്റാൻഡേർഡുകളാണ് ഫോളോ ചെയ്യുന്നത്? SHCO സ്റ്റാൻഡേർഡുകളാണ് അവർ ഫോളോ ചെയ്യുന്നത്. വ്യത്യാസമുണ്ട്. HCO സ്റ്റാൻഡേർഡുകളും SHCO സ്റ്റാൻഡേർഡുകളും വ്യത്യാസമുണ്ട്. അപ്പൊ അത് എന്തിന്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്? ബെഡുകളുടെ എണ്ണത്തിന്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഒന്നാമത്തെ ക്രൈറ്റീരിയ കേട്ടോ. എന്താണ്? അതായത് 50 ബെഡുകളിൽ കൂടുതലോ ഉള്ള ഹോസ്പിറ്റലുകള് HCO സ്റ്റാൻഡേർഡുകളും അതേസമയം 50 ബെഡുകളിൽ താഴെയുള്ള ഹോസ്പിറ്റലുകള് SHCO സ്റ്റാൻഡേർഡുകളുമാണ് ഫോളോ ചെയ്യേണ്ടത്. ഒന്നാമത്തെ ഒരു എലിജിബിലിറ്റി അതാണ്. ഓക്കെ, രണ്ടാമത് പറയുന്നത് the hospital has the minimum volume of patients which will evaluate the quality of care given to the patient which is presently 30%. എന്താണ് പറയുന്നത്? അതായത് ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ അപ്ലൈ ചെയ്യണമെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കേണ്ട മിനിമം വോളിയം ഓഫ് പേഷ്യൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കണം? 30% ആയിരിക്കണം. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ചോദിക്കാം. എത്ര പെർസെന്റേജ് ഓഫ് ആണെങ്കിൽ എത്ര വോളിയം ഓഫ് പേഷ്യൻസ് ആ ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം? 30% എങ്കിലും ഉണ്ടായിരിക്കണം. ഒരു 30% എങ്കിലും വോളിയം അല്ലെങ്കിൽ അത്രയെങ്കിലും പേഷ്യൻസ് ഉള്ള ഒരു ഹോസ്പിറ്റലിന് മാത്രമേ അക്രഡിറ്റേഷൻ അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത ഉണ്ടായിരിക്കുള്ളൂ. അതാണ് അവിടെ പറയുന്നത് കേട്ടോ. ദ ഹോസ്പിറ്റൽ ഹാസ് ദ മിനിമം വോളിയം ഓഫ് പേഷ്യൻസ് വിച്ച് വിൽ ഇവാലുവേറ്റ് ദ ക്വാളിറ്റി ഓഫ് കെയർ given to patient which is presently 30% കേട്ടോ. 30% കുറഞ്ഞത് വോളിയം ഓഫ് പേഷ്യൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ അടുത്ത എന്താണ്? The organization that commits to abide by NABH standards and applicable legal, statutory or regulatory requirements. അതുപോലെ ഏതൊരു ഹോസ്പിറ്റലുകളും ഇത്തരം അക്രഡിറ്റേഷന് അപ്ലൈ ചെയ്യണമെങ്കിൽ അവർ ഈ പറയുന്ന NABH സ്റ്റാൻഡേർഡുകളും അതുകൂടാതെ എല്ലാവിധ ലീഗൽ, സ്റ്റാറ്റ്യൂട്ടറി, റെഗുലേറ്ററി റിക്വയർമെന്റ്സുകളും അവര് എന്ത് ചെയ്തിരിക്കണം? പാലിച്ചിരിക്കണം. NABHന്റെ സ്റ്റാൻഡേർഡുകൾ പാലിക്കണം. അതുകൂടാതെ നമ്മുടെ കേന്ദ്ര സംസ്ഥാന നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, ലോസ് ആൻഡ് റെഗുലേഷൻസുകളെല്ലാം ഉണ്ട്. അതിനെല്ലാം വിധേയമായിരിക്കണം, അതെല്ലാം പാലിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് അക്രഡിറ്റേഷൻ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെന്താണ്? The health care organization should have implemented NABH standards in the HCO for a minimum of 3 months. ആ 3 months എന്നുള്ളത് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. അതുപോലെ ഏതൊരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനും NABH സ്റ്റാൻഡേർഡുകൾ കുറഞ്ഞത് 3 മാസമെങ്കിലും അവർ എന്ത് ചെയ്തിരിക്കണം? അവിടെ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കണം. ഓക്കെ, കുറഞ്ഞത് 3 മാസമെങ്കിലും NABHന്റെ സ്റ്റാൻഡേർഡുകൾ അവിടെ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കണം, നടപ്പിലാക്കിയിരിക്കണം. അങ്ങനെയുള്ള ഹോസ്പിറ്റലുകൾക്ക് മാത്രമേ എന്താണ് അക്രഡിറ്റേഷന് യോഗ്യത ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ 4 കാര്യങ്ങൾ മനസ്സിലായോ? എന്തൊക്കെയാണ് അക്രഡിറ്റേഷന് അപ്ലൈ ചെയ്യണമെങ്കിൽ ഉണ്ടായിരിക്കേണ്ട എലിജിബിലിറ്റി? എന്തൊക്കെയാണ്? ഒന്ന്, 50 കൂടുതൽ ബെഡുകളുള്ള ഹോസ്പിറ്റൽ ആണെങ്കിൽ HCO സ്റ്റാൻഡേർഡുകൾ പാലിക്കണം. 50 ബെഡുകളിൽ താഴെയുള്ള ഹോസ്പിറ്റലുകളാണെങ്കിൽ അത് SHCO സ്റ്റാൻഡേർഡുകളാണ് പാലിക്കേണ്ടത്. രണ്ടാമത് നമ്മൾ പറഞ്ഞത് ഒരു ഹോസ്പിറ്റലിന് അത് അക്രഡിറ്റേഷന് അപ്ലൈ ചെയ്യണമെങ്കിൽ അവിടെ ഉണ്ടായിരിക്കേണ്ട മിനിമം വോളിയം ഓഫ് പേഷ്യൻസ് എന്ന് പറയുന്നത് 30% ആണ്, 30%. അതുപോലെ ഇത്തരം ഹോസ്പിറ്റലുകൾ നിർബന്ധമായിട്ടും NABH സ്റ്റാൻഡേർഡുകളും അതുപോലെ കേന്ദ്ര, സംസ്ഥാന, പ്രാദേശിക നിയമങ്ങളും വിധേയമായിരിക്കണം. അതെല്ലാം തന്നെ അവര് പാലിച്ചിരിക്കണം. ഓക്കെ, SHCO എന്ന് പറഞ്ഞ സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ട്ടോ. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്? ലാസ്റ്റ് പറഞ്ഞത് ഈ പറയുന്ന NABH സ്റ്റാൻഡേർഡുകൾ കുറഞ്ഞത് 3 മാസമെങ്കിലും അവിടെ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കണം. ഓക്കെ, ദ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ഷുഡ് ഹാവ് ഇംപ്ലിമെന്റഡ് NABH സ്റ്റാൻഡേർഡ് ഇൻ ദ HCO ഫോർ എ മിനിമം ഓഫ് 3 months. അതായത് ഒരു 3 മാസമെങ്കിലും NABH സ്റ്റാൻഡേർഡുകൾ നിർബന്ധമായിട്ടും അവിടെ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കണം. ഓക്കെ, അടുത്ത നോക്കാം. These standards are to be used by the whole organization and not for a certain service within the organization. Organizations provide multiple services and the standards are equally applicable to all services within the healthcare organization. നമ്മൾ ഈ പറയുന്ന എല്ലാ സ്റ്റാൻഡേർഡുകളും ഉണ്ടല്ലോ, അതൊരു മുഴുവൻ ഹോസ്പിറ്റലിലും എന്ത് ചെയ്തിരിക്കണം? പാലിച്ചിരിക്കണം.
നമ്മൾ ഈ പറയുന്ന സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ഏതാനും ചില ഡിപ്പാർട്ട്മെന്റുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ചില സർവീസുകൾക്കോ മാത്രം ബാധകമായിട്ടുള്ളതല്ല. അത് എൻറ്റയർ ഹോസ്പിറ്റൽ, എൻറ്റയർ ഓർഗനൈസേഷൻ മുഴുവനായിട്ടും ഈ പറയുന്ന സ്റ്റാൻഡേർഡുകൾ ഫോളോ ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് അക്രഡിറ്റേഷൻ എലിജിബിലിറ്റി ഉണ്ടായിരിക്കുള്ളൂ. അല്ലാണ്ട് ഏതാനും 2-3 ഡിപ്പാർട്ട്മെന്റുകൾ മാത്രം പാലിച്ചത് കൊണ്ടോ ഏതെങ്കിലും 2-3 സർവീസുകൾക്ക് മാത്രമായിട്ടുള്ള സ്റ്റാൻഡേർഡുകളല്ല. എൻറ്റയർ ഹോസ്പിറ്റലിൽ ഈ പറയുന്ന എല്ലാ സ്റ്റാൻഡേർഡുകളും പാലിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഒരു അക്രഡിറ്റേഷന് എലിജിബിലിറ്റി ഉണ്ടായിരിക്കുള്ളൂ. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? മനസ്സിലായോ? ഓക്കെ. ഇനി നിങ്ങൾക്ക് മനസ്സിലാവാൻ ഈ NABHന്റെ ഒരു സർട്ടിഫിക്കറ്റിന്റെ ഫോം അവിടെ കൊടുത്തിട്ടുണ്ട്. ഹോസ്പിറ്റലുകളിൽ പോകുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിലൊക്കെ ഉണ്ടാവും. ഓക്കെ, അവിടുത്തെ ആ ഒരു ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലോട്ട് നമ്മളെ ഫ്രണ്ട് ഓഫീസിലേക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഇനി കാണാൻ സാധിക്കും കേട്ടോ. നിങ്ങളൊന്ന് നോക്കിയാൽ മതി. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്, NABHന്റെ സർട്ടിഫിക്കേഷൻ ആണ് കേട്ടോ. കോൺസ്റ്റിറ്റ്യൂവന്റ് ബോർഡ്, NABHന്റെ ഫുൾ ഫോം ആണ് എഴുതിയിരിക്കുന്നത്. ഇറ്റ് ഇസ് നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇറ്റ് ഇസ് എ കോൺസ്റ്റിറ്റ്യൂവന്റ് ബോർഡ് ഓഫ് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ. ഇത് നോക്കിയ മംഗള ഹോസ്പിറ്റൽ, മംഗള കിഡ്നി ഫൗണ്ടേഷൻ, അജ്ര ഹിൽസ്, മംഗളൂരു കർണാടകയിലെ ഒരു ഹോസ്പിറ്റലിന് കൊടുത്തിട്ടുള്ളൊരു അക്രഡിറ്റേഷന്റെ സർട്ടിഫിക്കറ്റ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അവർക്കൊരു 3 അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. എൻട്രി ലെവൽ സർട്ടിഫിക്കറ്റ് മാത്രമാണ് അവർക്ക് ലഭിച്ചിട്ടുള്ളത്. അവിടെ എഴുതിയിട്ടുണ്ട് ഹാസ് ബീൻ അസസ്ഡ് ആൻഡ് ഫൗണ്ട് ടു കംപ്ലൈ വിത്ത് NABH 3 accreditation entry level hospital requirement and this certificate is valid for the scope as specified in the and it's subject to continued compliance with the entry level requirements. കേട്ടോ, എൻട്രി ലെവൽ സർട്ടിഫിക്കേഷൻ ആണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. അതിലൊരു ഫോം നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടി ഈ സെയിം സാധനം നിങ്ങൾക്ക് എവിടെ കാണാൻ പറ്റും? ഹോസ്പിറ്റലുകളിൽ പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും കേട്ടോ. ഓക്കെ, ഇതോടുകൂടി ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. നാളത്തെ ക്ലാസ്സിൽ നമുക്ക് 4th മൊഡ്യൂളിലെ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ 10th ചാപ്റ്റർ ഉണ്ടല്ലോ, അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി എന്താണ് ഡൗട്ട്സ് എന്തെങ്കിലും ചോദിക്കാം കേട്ടോ. ഓക്കെ, ഇതാണ് ചോദിച്ചത്. ഫാർമസിയിലെ ഏത് പോയിന്റ് ആയിരുന്നു? ലാസ്റ്റ് ആണോ? ഇൻഫെക്ഷൻ കൺട്രോൾ കഴിഞ്ഞിട്ടല്ലേ ഫാർമസി വന്നത്? ഫാർമസിയിലെ ഏതാണ്? പ്രൊക്യൂർമെന്റ് പ്രോസസ് ആണ് പറഞ്ഞത്. ലാസ്റ്റത്തെ പോയിന്റ് അല്ലേ? ഓക്കെ, എന്തായിരുന്നു? പെർസെന്റേജ് ഓഫ് വാരിയേഷൻസ് ഫ്രം ദ പ്രൊക്യൂർമെന്റ് പ്രോസസ്. പ്രൊക്യൂർ ചെയ്യാന്ന് വെച്ചാൽ സ്റ്റോർ ചെയ്യാന്നുള്ള അർത്ഥമാണ് കേട്ടോ. അതായത് സാധാരണ നമ്മൾ മരുന്നുകൾ സ്റ്റോർ ചെയ്യുന്നതിന് അതിൻ്റെതായ ചില നടപടിക്രമങ്ങളുണ്ട്. പറഞ്ഞല്ലോ, ജനറൽ ഡ്രഗ്സ് സ്റ്റോർ ചെയ്യുന്നത് ഒരു തരത്തിലാണ്, നാർക്കോട്ടിക് ഡ്രഗ്സുകൾ സ്റ്റോർ ചെയ്യുന്നത് വേറൊരു തരത്തിലാണ്, അതുപോലെ കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഓരോ മരുന്നുകൾക്ക് ഓരോ വിഭാഗം ഡ്രഗ്സുകൾ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ഒരു രീതിയിലാണ് അല്ലെ. ഓരോ പ്രൊക്യൂർമെന്റ് രീതി വ്യത്യാസമുണ്ട്. അപ്പൊ അത്തരം പ്രൊക്യൂർമെന്റ് പ്രോസസ്സിൽ നിന്നും വാരിയേഷൻസുകൾ വന്നിട്ടുള്ളതിന്റെ ശതമാനം, അതായത് ശരിയായ രീതിയിൽ പ്രൊക്യൂർ ചെയ്യാതിരുന്നിട്ടുള്ളതിന്റെ ശതമാനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു ജനറൽ ഡ്രഗ്സ് പ്രൊക്യൂർ ചെയ്യുന്നതിന് അതിൻ്റെതായ ഒരു രീതിയുണ്ട്. അതിൽ നിന്നും എന്താണ് വാരിയേഷൻസ് വന്നിട്ടുള്ള കേസുകളുടെ ശതമാനം. ദാറ്റ് മീൻസ് ശരിയായ രീതിയിൽ സ്റ്റോർ ചെയ്യാത്തതിന്റെ ശതമാനമാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? 3rd പോയിന്റ് എന്താണ്? പെർസെന്റേജ് ഓഫ് ഇൻസിഡൻസ് ഓഫ് ഹോസ്റ്റൈൽ ഡ്രഗ് റിയാക്ഷൻസ് കേട്ടോ. ഹോസ്റ്റൈൽ എന്ന് വെച്ചാൽ അപകടകരമായിട്ടുള്ളത്, അതായത് പ്രതികൂലമായിട്ടുള്ള മരുന്നിന്റെ റിയാക്ഷൻസ് ഉണ്ടായിട്ടുള്ള കേസുകളുടെ ശതമാനം. ചിലർക്ക് മരുന്ന് എടുക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാറുണ്ട്. അതിനെയാണ് ADR എന്ന് പറയുന്നത്, അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ്. അതായത് മരുന്നുകൾ എടുത്തിട്ട് വരുന്ന ചില കോംപ്ലിക്കേറ്റഡ് ആയിട്ട് റിയാക്ഷൻസ് ഉണ്ടായിട്ടുള്ള കേസുകളുടെ ശതമാനം കേട്ടോ. അതിനകത്ത് നമ്മൾ ഈ ഒരു 100 ഡിസ്ചാർജസ്, അതായത് ലാമിയം, ഡാമിയം, അബ്സ്കോണ്ട്, ഡെത്ത് ഉൾപ്പെടെ ഒരു 100 ഡിസ്ചാർജസ് നമ്മൾ എടുക്കുകയാണ്. ഒരു 100 ഡിസ്ചാർജ് ചെയ്യപ്പെട്ടുള്ള 100 കേസുകളില് എത്ര കേസുകളിൽ ഇതുപോലെ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കേട്ടോ. മരുന്നുകൾ കഴിച്ചിട്ട് എന്തെങ്കിലും മോശം റിയാക്ഷൻസ് ഉണ്ടായിട്ടുള്ള കേസുകളുടെ ശതമാനം. ഓക്കെ, ഇത്രയാണ് കേട്ടോ. നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാലോ. നാളത്തെ ക്ലാസ്സിൽ പുതിയ ചാപ്റ്റർ തുടങ്ങാം കേട്ടോ. ഓക്കെ, താങ്ക് യു.